സുഹൃത്തുക്കൾ, ആമുഖമൊന്നുമില്ലാതെ നേരിട്ട് വിഷയത്തിലേക്ക് കിടക്കാം എന്ന് വിചാരിക്കുന്നു. സംവരണം ഇനിയും തുടരേണ്ടതുണ്ടോ എന്നതാണ് നമ്മളിന്ന് ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്ന വിഷയം. ഒരു സംവിധാനം തുടരണോ വേണ്ടയോ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ മനസ്സിൽ കരുതേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ഒരു സംവിധാനം സംവരണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, ആ സംവിധാനം തുടരണമോ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ ആ സംവിധാനം അതിൻ്റെ ലക്ഷ്യം നിറവേറ്റിക്കഴിഞ്ഞോ എന്നതാണ് നമ്മൾ അന്വേഷിക്കേണ്ട ഒരു കാര്യം. രണ്ടാമതൊരു കാര്യം, ആ സംവിധാനം ആ ലക്ഷ്യം നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടോ. ഈ രണ്ട് വസ്തുനിഷ്ഠമായ സംഗതികൾ യെസ് എന്ന് പറയാവുന്ന തരത്തിൽ നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കുമ്പോൾ മാത്രമാണ് തുടരണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാൻ പറ്റുക. സംവരണം പോലെ വളരെ വിവാദകരമായ ഒരു വിഷയം നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ ഈ ചോദ്യം, ഞാൻ നേരത്തെ പറഞ്ഞ ഈ ചോദ്യത്തിന് നമ്മൾ ഉത്തരം തേടുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ വിശകലന വിധേയമാക്കേണ്ടി വരും. അതിലൊന്ന്, ഇന്ത്യ പോലെ ഒരു ദേശരാഷ്ട്രത്തിനകത്ത്, ഒരു ജനാധിപത്യ രാഷ്ട്ര സംവിധാനത്തിനകത്ത് സംവരണം പോലെ ഉള്ള ഒരു പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ്റെ തത്വം ഇടം പിടിക്കാനുണ്ടായ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യം എന്തായിരുന്നു എന്നത് നാം വിശകലനം ചെയ്യേണ്ടിയിരുന്നു. രണ്ടാമതൊരു കാര്യം, സംവരണം എന്താണ് യഥാർത്ഥത്തിൽ ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്നതും ആ ലക്ഷ്യം നിറവേറ്റുന്നതിൽ അത് എത്രമാത്രം മുന്നോട്ട് പോയിട്ടുണ്ട് എന്നതും നമ്മൾ വിശകലനം ചെയ്താൽ മാത്രമേ ഞാൻ ആദ്യം ഉന്നയിച്ച രണ്ട് ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഒരു ഉത്തരത്തിലേക്ക് എത്തിച്ചേരാനും ഈ വിഷയത്തിൽ ഒരു കൺക്ലൂഷൻ അവതരിപ്പിക്കാനും നമുക്ക് കഴിയും. സംവരണവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പ്രാഥമികമായി നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട ഒരു കാര്യം, സംവരണം ഇന്ത്യ ചർച്ച ചെയ്യുന്ന സന്ദർഭം എപ്പോഴും സംവരണ വിരുദ്ധമായ ഒരന്തരീക്ഷം രൂപം കൊള്ളുമ്പോൾ മാത്രമാണ്. സംവരണ വിരുദ്ധമായ കലാപങ്ങളോ സംവരണ വിരുദ്ധമായ പ്രക്ഷോഭങ്ങളോ നടക്കുന്ന സമയത്താണ് ഇന്ത്യയിലെ മുഖ്യധാര സംവരണം എന്ന വിഷയം പ്രധാനമായും ചർച്ചയ്ക്കെടുക്കുന്നത്. അത്തരം കലുഷിതമായൊരു അന്തരീക്ഷത്തിൽ ഈ ചർച്ച നടക്കുന്നത് കൊണ്ട് എന്താണ് യഥാർത്ഥത്തിൽ സംവരണം എന്ന ഭരണഘടനാ തത്വം എന്ന വിഷയം ഒരിക്കലും നമ്മുടെ ചർച്ചയ്ക്ക് വരാതിരിക്കുകയും സംവരണ വിരുദ്ധരുടെ ആശങ്കകൾക്ക് മറുപടി കൊടുക്കുന്ന ഒരു വ്യവഹാരം സംവരണത്തെ ചുറ്റിപ്പറ്റി രൂപം കൊള്ളുകയും ചെയ്യും. അവിടെ ഉണ്ടാകുന്നൊരു കാര്യം, സംവരണം കൊണ്ട് സംവരണത്തിൻ്റെ ഗുണദോഷ വിചാരം എന്ന നിലയ്ക്ക് ചില ചിന്തകളല്ലാതെ യഥാർത്ഥത്തിൽ സംവരണം തന്നെ എന്താണ്, ആ തത്വം എന്താണ് എന്നതിൻ്റെ അടിസ്ഥാനപരമായ വശങ്ങളിലേക്ക് നമ്മുടെ ചിന്ത ഒരിക്കലും പോകുന്നില്ല എന്നുള്ളതാണ് ഇന്ത്യയിൽ നടന്ന സംവരണ ചർച്ചകളുടെ പ്രധാനപ്പെട്ട പരിമിതികളുണ്ട്. ഇത് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നടന്ന പ്രക്ഷോഭങ്ങളുടെ ഘട്ടത്തിലാണ് ഈ സംവരണവുമായി ബന്ധപ്പെട്ട ഒരു നാഷണൽ ഡിബേറ്റ് യഥാർത്ഥത്തിൽ രൂപം കൊള്ളുന്നു. അപ്പോൾ ഈ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ഇന്ത്യയിൽ ഉണ്ടായൊരു പ്രതിഭാസം വളരെ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള, ലീഡർലെസ് ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനാണ് അന്ന് ഇന്ത്യ സാക്ഷ്യം വഹിച്ചത്. വളരെ രാജ്യവ്യാപകമായി പല യൂണിവേഴ്സിറ്റികളിലും പല കോളേജുകളിലും വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ തെരുവിൽ വരികയും ഈ സംവരണം എന്നത് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയാൽ അത് രാജ്യത്ത് വലിയ കുഴപ്പമുണ്ടാക്കുമെന്നും അത് രാജ്യത്തിൻ്റെ മെറിറ്റിനെ ബാധിക്കുമെന്നും ഒക്കെയുള്ള വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വളരെ വലിയ പ്രക്ഷോഭം. ഈ പ്രക്ഷോഭത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ അതിന് നേതൃത്വം ഉണ്ടായിരുന്നില്ല എന്നതാണ്. ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇന്ത്യയിലെ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനവും ഈ സമരത്തെ നേരിട്ട് ഏറ്റെടുക്കാതിരിക്കുകയും എന്നാൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ തെരുവിൽ വരികയും ആത്മാഹൂതി വരെ നടക്കുകയും ചെയ്ത ഒരു സന്ദർഭത്തിന് ഇന്ത്യ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ
ഇന്ത്യയിലെ മിക്കവാറും പത്രങ്ങൾ, മുഖ്യധാരാ പത്രങ്ങളുടെ മുഖപ്രസംഗങ്ങളിൽ ഈ സംവരണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് എന്തെല്ലാം ദോഷങ്ങളാണ് വരുത്തുന്നത് എന്നത് അക്കമിട്ട് നിരത്തുന്ന ഒരു സന്ദർഭത്തിനും ഇന്ത്യ സാക്ഷ്യം വഹിക്കുകയുണ്ടായി. ഞാൻ പറയുന്നൊരു കാര്യം, അത്തരമൊരു ചർച്ചയല്ല സംവരണവുമായി ബന്ധപ്പെട്ട യഥാർത്ഥം നമ്മൾ നടത്തേണ്ടത്. സംവരണം തന്നെ നമ്മുടെ ഈ ദേശരാഷ്ട്രത്തിൻ്റെ ഭരണവ്യവസ്ഥയ്ക്കകത്ത് ഒരു സംവിധാനം എന്ന നിലയിൽ രൂപപ്പെട്ടതിൻ്റെ ചരിത്ര സാഹചര്യം എന്താണ് എന്നത് നമ്മൾ വളരെ വ്യക്തമായും അടിവരയിട്ടും മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ നിന്ന് തുടങ്ങിയില്ല എങ്കിൽ സംവരണത്തെക്കുറിച്ചുള്ള ചർച്ച വരുമ്പോൾ തന്നെ ഒരു ക്വസ്റ്റ്യനായിട്ടാണ് നമ്മുടെ മുന്നിൽ വരിക. സംവരണം വേണോ വേണ്ടേ? ചിലർ പറയും വേണ്ട, ചിലർ പറയും വേണം. ഇങ്ങനെ ഒരു തർക്കത്തിനപ്പുറം ഇത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിനകത്തെ ഒരു തത്വമാണ് എന്ന കാര്യം പലപ്പോഴും നമ്മുടെ ചർച്ചയിലേക്ക് വരാറില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, ഇന്ത്യയിൽ എങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് സംവരണം, റിസർവേഷൻ പോലെയുള്ള ഒരു സംവിധാനം രൂപപ്പെട്ടു വന്നതിൻ്റെ ചരിത്ര സാഹചര്യം എന്താണ് എന്നതിനെ സംബന്ധിച്ചിട്ടാണ് ആദ്യം പറയുവാൻ ആഗ്രഹിക്കുന്നത്. രണ്ടാമത് ഈ ഒരു തത്വം, സംവരണം എന്നൊരു തത്വം എന്താണ് യഥാർത്ഥത്തിൽ ഭാവന ചെയ്യുന്നതെന്നും അത് എത്രമാത്രം ഫുൾഫിൽ ചെയ്യാൻ അതിന് കഴിഞ്ഞുവെന്നും അത് മെറിറ്റുമായിട്ടാണോ അത് ബന്ധപ്പെട്ടിരിക്കുന്നതെന്നും അത് ജനാധിപത്യത്തെ ഏതെങ്കിലും തരത്തിൽ മുന്നോട്ട് പോകുന്നൊരു തത്വമാണോ എന്നതുമാണ് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഇന്ത്യക്കകത്ത് ഈ കൊളോണിയൽ കാലഘട്ടത്തിൽ തന്നെ വളരെ വ്യക്തമായും ചില ധാരകളെ, സാമൂഹികമായ മുന്നേറ്റത്തിൻ്റെ ചില ധാരകളെ നമുക്ക് കൊളോണിയൽ കാലഘട്ടത്തിൽ തന്നെ കാണുവാൻ കഴിയുന്നുണ്ട്. ആ ധാരകളിൽ പ്രധാനമായും പിൽക്കാലത്ത് സ്വാതന്ത്ര്യ സമരമൊക്കെ ശക്തിപ്പെടുത്തുന്ന ഒരു ഘട്ടത്തിൽ വ്യക്തമായും 3 നരേഷൻസാണ് ഇന്ത്യയെക്കുറിച്ചിട്ട് ലീഡിംഗ് ആയ 3 നരേഷൻസാണ് ഉണ്ടായത്. അതിലൊന്ന്, ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച ഇന്ത്യ വ്യത്യസ്തമായ മതങ്ങളുടെ നാടാണെന്നും ആ മതങ്ങൾ തമ്മിലുള്ള സഹിഷ്ണുതയും സൗഹാർദ്ദവുമാണ് നമുക്ക് മുന്നോട്ട് പോകുവാനുള്ള ഒരു വഴിയെന്നും മതസഹിഷ്ണുത എന്നത് ഇന്ത്യയുടെ മുന്നോട്ട് പോക്കിനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന ഒരു നരേഷനാണ് മുഖ്യമായും ഈ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പക്ഷത്തു നിന്നും ഇന്ത്യയെ സംബന്ധിച്ച് പ്രക്ഷോഭ കാലഘട്ടത്തിൽ ഉണ്ടായി വന്ന ഒരു നരേഷൻ. രണ്ടാമത്, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ മുൻകീഴിൽ രൂപപ്പെട്ട ഒരു നരേഷനാണ്. അത് ഇന്ത്യ വർഗങ്ങളുടെ നാടാണെന്നും വർഗസമരം ഇന്ത്യയിൽ മൂർച്ഛിക്കുകയും അങ്ങനെ ഒരു സോഷ്യലിസ്റ്റ് സമൂഹത്തിലേക്ക് പരിവർത്തനപ്പെടുന്നതിലൂടെ ഇന്ത്യയുടെ പ്രശ്നം പരിഹരിക്കൂ എന്ന ഒരു നരേഷനാണ് ഇടതുപക്ഷ ഭാവനകളിൽ രൂപപ്പെട്ടത്. മൂന്നാമതൊന്ന്, അത് ഇന്ത്യ എന്നത് ജാതികളുടെ നാടാണെന്നും അതിൻ്റെ മുഖമുദ്ര ഗ്രേഡഡ് ഇനിക്വാളിറ്റി ആണെന്നും അതുകൊണ്ട് ജാതിരഹിതമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതിലൂടെ മാത്രമേ ഇന്ത്യയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കൂ എന്ന 3 പ്രധാനപ്പെട്ട വാദഗതികളാണ് ദേശീയ സമര കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉയർന്നു വന്നത്. അതിനകത്ത് ഈ രണ്ടാമത് പറഞ്ഞ ഇടതുപക്ഷത്തിൻ്റെ വർഗ സമരഭാവനകളും അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് നിർമ്മാണവും മാറ്റി നിർത്തിയാൽ ഈ ബാക്കി വരുന്ന ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാവനകളും ഈ മൂന്നാമത് ഞാൻ പറഞ്ഞ ഈ കീഴാള നവോത്ഥാന പ്രസ്ഥാനങ്ങളെന്ന് പിൽക്കാലത്ത് ചരിത്രകാരന്മാർ വിളിച്ച ഇന്ത്യ ജാതികളുടെ നാടാണെന്നും ഗ്രേഡഡ് ഇനിക്വാളിറ്റിയാണ് അതിൻ്റെ മുഖമുദ്രയെന്നും അതുകൊണ്ട് ജാതിരഹിത സമൂഹത്തെയാണ് നമ്മൾ വിഭാവന ചെയ്യേണ്ടതെന്ന് പറയുന്ന ഈ 2 ധാരകൾ തമ്മിലുള്ള സംവാദങ്ങളും കൊടുക്കൽ വാങ്ങലുകളുമാണ് യഥാർത്ഥത്തിൽ സംവരണം പോലൊരു തത്വത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, 1889 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അന്നത്തെ പ്രസിഡൻ്റായിരിക്കുന്ന WC ബാനർജി അദ്ദേഹം ഒരു പ്രസംഗം നടത്തുന്നു. അദ്ദേഹം പറയുന്നൊരു കാര്യം സാമൂഹിക നവീകരണത്തെ സംബന്ധിച്ചൊരു കാര്യമാണ് പറഞ്ഞത്. അദ്ദേഹം പറയുന്നൊരു കാര്യം, ഞങ്ങളുടെ ഭാര്യമാർ ഓക്സ്ഫോർഡിൽ പോയി പഠിക്കുന്നില്ല എന്നതുകൊണ്ടോ ഞങ്ങളുടെ ഭാര്യമാർ വൈകുന്നേരത്തെ പാർട്ടികളിൽ പങ്കെടുക്കുന്നില്ല എന്നതുകൊണ്ടോ ഞങ്ങൾ രാഷ്ട്രീയ അധികാരത്തിന് യോഗ്യരല്ല എന്നാരെങ്കിലും പറഞ്ഞാൽ എനിക്കത് അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം. എന്ന് പറഞ്ഞാൽ സാമൂഹിക നവീകരണത്തെ സംബന്ധിച്ചൊരു സങ്കല്പമാണ് WC ബാനർജി പറയുവാൻ ശ്രമിച്ചത്. ഈ സന്ദർഭത്തെ മുൻനിർത്തിയിട്ട് ഡോക്ടർ BR അംബേദ്കർ ഒരു ഭാവനാപരമായ ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്.
അദ്ദേഹം പറയുന്നൊരു കാര്യം, കോടിക്കണക്കിന് മനുഷ്യരെ വഴി നടത്താൻ അനുവദിക്കാത്ത നിങ്ങൾ, കോടിക്കണക്കിന് മനുഷ്യരെ സ്കൂളിൽ വിദ്യാഭ്യാസം ചെയ്യാൻ അനുവദിക്കാത്ത നിങ്ങൾ രാഷ്ട്രീയ അധികാരത്തിന് യോഗ്യരാണോ? ഇതാണ് ചോദ്യം. അതായത് സാമൂഹിക നവീകരണത്തെ സംബന്ധിച്ച രണ്ട് ധാരണകളാണ് ഈ രണ്ട് പേരുടെയും വാക്കുകളിലൂടെ പുറത്തു വരുന്നത്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊള്ളുന്ന ആദ്യഘട്ടത്തിൽ തന്നെ സോഷ്യൽ റിഫോം പാർട്ടിയും പൊളിറ്റിക്കൽ റിഫോം പാർട്ടി എന്ന് പറയുന്ന രണ്ട് ധാരകൾ ഉണ്ടായിരുന്നു. സോഷ്യൽ റിഫോം പാർട്ടി സമൂഹത്തെ നവീകരിക്കാനുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ രാഷ്ട്രീയ നവീകരണത്തിന് വേണ്ടി നിന്ന പൊളിറ്റിക്കൽ റിഫോം പാർട്ടി രണ്ട് ഘടകങ്ങളായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. AICCയുടെ യോഗം കൂടുന്ന സമയത്ത് ഈ രണ്ട് പാർട്ടികളുടെയും സമ്മേളനം നടക്കും. ആദ്യം പൊളിറ്റിക്കൽ റിഫോം പാർട്ടിയുടെ സമ്മേളനം നടക്കും, അതിനുശേഷം സോഷ്യൽ റിഫോം പാർട്ടിയുടെ സമ്മേളനം നടക്കും. അപ്പോൾ 1893 പൂനെയിൽ വെച്ച് AICCയുടെ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് തിലകൻ ഏറ്റവും തീവ്രവാദിയായ ദേശീയവാദിയായിട്ടാണ് ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നത്. അദ്ദേഹം അന്ന് പ്രഖ്യാപിച്ചൊരു കാര്യം, AICCയുടെ പന്തൽ സാമൂഹിക പരിവർത്തനവാദികൾക്ക്, സോഷ്യൽ റിഫോം പാർട്ടിക്ക് വിട്ടുകൊടുത്താൽ ഈ പന്തലിന് ഞാൻ തീ വെക്കും എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. അതായത് ഇന്ത്യയിലെ സാമൂഹിക നവീകരണം അത്യന്താപേക്ഷിതമായൊരു കാര്യമല്ല എന്നൊരു പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമുന്നത നേതാവായിട്ടുള്ള തിലകൻ അന്ന് പ്രഖ്യാപിക്കുന്നൊരു കാര്യം. ഞാനത് പറയാൻ കാരണം, അതോടുകൂടി യഥാർത്ഥത്തിൽ സോഷ്യൽ റിഫോം എന്ന് പറയുന്നൊരു പ്രധാനപ്പെട്ട അജണ്ട നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന് വെളിയിൽ പോവുകയാണ് ചെയ്തത്. അത് വെളിയിൽ പോയതുകൊണ്ടാണ് ഈ മൂന്നാമതൊരു ധാര, സോഷ്യൽ റിഫോമിന് വേണ്ടി നിലകൊള്ളുന്ന മൂന്നാമതൊരു ഭാവന നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിനകത്ത് തന്നെ അല്ലെങ്കിൽ അതിന് സമാന്തരമായി രൂപപ്പെട്ടു വരുന്നത്. അതായത് ഇന്ത്യൻ സമൂഹത്തെ സാമൂഹികമായും രാഷ്ട്രീയമായും നവീകരിക്കേണ്ടതുണ്ട് എന്ന അജണ്ടയിൽ നിന്നും സാമൂഹിക നവീകരണത്തെ ദേശീയ പ്രസ്ഥാനം പുറത്തു നിർത്തുകയോ ഒഴിവാക്കുകയോ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് പിൽക്കാലത്ത് കീഴാള നവോത്ഥാന പ്രസ്ഥാനങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന പ്രസ്ഥാനങ്ങൾ വളരെ പ്രോമൻ്റായി സോഷ്യൽ റിഫോമിന് വേണ്ടി നിലകൊള്ളുന്നത്. ആ നിലകൊള്ളുന്ന സോഷ്യൽ റിഫോം മൂവ്മെൻറ്റുകൾ ഇന്ത്യൻ സമൂഹത്തെ സംബന്ധിച്ച് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ത്യൻ സമൂഹത്തിൻ്റെ അടിസ്ഥാനപരമായ പ്രകൃതം അത് ഗ്രേഡഡ് ഇനിക്വാളിറ്റിയിൽ ജീവിക്കുന്നു എന്നതാണ്. ഇന്ത്യൻ സമൂഹത്തിൽ അസമത്വമുണ്ട് എന്നതല്ല പ്രശ്നം, മറിച്ച് ആ അസമത്വം തന്നെ ശ്രേണീബദ്ധമായിരിക്കുന്നു. ആ ശ്രേണീബദ്ധം ഒരു പിരമിഡിൽ എന്ന പോലെ ശ്രേണീബദ്ധമായ അസമത്വം നിലനിൽക്കുന്ന ഒരു സമൂഹമാണ് ഇന്ത്യ എന്നതായിരുന്നു ഈ കീഴാള നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ച് മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആശയങ്ങളിലൊന്ന്. അപ്പോൾ ഈ ശ്രേണീകൃത അസമത്വത്തിൻ്റെയും കേവലമായ അസമത്വവും തമ്മിലുള്ള ഘടനാപരമായൊരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ശ്രേണീകൃത അസമത്വത്തിൻ്റെ ഒരു പ്രോബ്ലം, ഈ ശ്രേണി, അതായത് സമൂഹം പല ശ്രേണികളായിരിക്കുകയും ഒരു പിരമിഡിൽ എന്ന പോലെ പല ശ്രേണികളായിരിക്കുകയും ആ ഒരു ശ്രേണിയിൽ പെടുന്ന ഒരാൾക്ക് വ്യക്തി എന്ന നിലയിൽ ആ ശ്രേണിയുടെ സ്റ്റാറ്റസിനെ ബ്രേക്ക് ചെയ്ത് പുറത്തു വരാൻ കഴിയില്ല എന്നുള്ളതാണ് ശ്രേണീകൃത അസമത്വത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് വളരെ ക്ലോസ്ഡാണ് ഈ ശ്രേണിയെല്ലാം. അത് വ്യക്തിക്ക് എത്രമാത്രം മഹത്വമുണ്ടായാലും, വ്യക്തിക്ക് എത്രമാത്രം ശേഷിയുണ്ടായാലും, വ്യക്തി എത്രമാത്രം ഗുണമുള്ള ആളായാലും ആ ശ്രേണിയുടെ സ്റ്റാറ്റസിനെ മറികടന്നു പോകുവാൻ സമൂഹം അനുവദിക്കുന്നില്ല എന്നതാണ് ഈ ശ്രേണീകൃത അസമത്വത്തിൻ്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ശ്രേണീകൃത അസമത്വം നിലനിൽക്കുന്നു എന്നത് മാത്രമല്ല, ഈ ശ്രേണിയുടെ ഒരു പ്രത്യേകത, ഈ മുകളിലേക്ക് പോകുന്തോറും ആഠ്യത്വവും താഴത്തേക്ക് വരുന്തോറും മ്ലേച്ഛത്വവും അടിച്ചേൽപ്പിക്കുന്ന ഒരു ധാർമ്മിക വ്യവസ്ഥയാണ് ഇതിൻ്റെ അടിസ്ഥാനമായി നിൽക്കുന്നത് എന്നതാണ്. അതുകൊണ്ട് ഈ ശ്രേണിയുടെ ഏറ്റവും മുകളിലുള്ളവർ സ്വാഭാവികമായും പ്രിവിലേജ്ഡ് ആവുകയും താഴെയുള്ളവർ സ്വാഭാവികമായും അണ്ടർ പ്രിവിലേജ്ഡ് ആകുകയും ചെയ്യുന്ന ഒരു കാര്യം സംഭവിക്കുകയും അത് വളരെ സ്വാഭാവികമാണെന്ന് വിചാരിക്കുന്ന ഒരു സാമാന്യബോധം സമൂഹത്തെ പിടികൂടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്ത്യൻ സമൂഹത്തിൻ്റെ മൗലികമായ പ്രത്യേകതയായി ഈ ധാര ചൂണ്ടിക്കാണിച്ചത്. മാത്രവുമല്ല, ഈ സ്വാഭാവികമായ
ഈ പ്രിവിലേജ്ഡ് ആവുക, അണ്ടർ പ്രിവിലേജ്ഡ് ആവുക എന്ന് പറയുന്ന കാര്യം വളരെ സ്വാഭാവികമാണ് എന്ന് നമുക്ക് തോന്നുവാൻ ഉള്ള മറ്റൊരു കാരണം കൂടി ആ ധാര ചൂണ്ടിക്കാണിച്ചത്, ഇന്ത്യക്കകത്ത് അസമത്വമുണ്ട് എന്നത് മാത്രമല്ല, ആ അസമത്വത്തെ ന്യായീകരിക്കുന്ന വളരെ വലിയൊരു വ്യവഹാര മണ്ഡലം ഇന്ത്യക്ക് സ്വന്തമായി ഉണ്ട് എന്നുള്ളതാണ് ഇന്ത്യ നേരിടുന്ന ഒരു പ്രശ്നമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. അതായത് മറ്റുള്ള സമൂഹങ്ങളിലും അസമത്വമുണ്ടെങ്കിലും ആ അസമത്വങ്ങളെ നിരന്തരം ന്യായീകരിക്കുന്ന തത്വശാസ്ത്രത്തിൻ്റെയും ഇതിഹാസങ്ങളുടെയും അമ്മൂമ്മക്കഥകളുടെയും രൂപത്തിൽ അസമത്വങ്ങളെയും അനീതികളെയും നിരന്തരം ന്യായീകരിക്കുന്ന ഒരു വ്യവഹാര മണ്ഡലം നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്നൊരു സമൂഹമാണ് ഇന്ത്യ എന്നതും ചൂണ്ടിക്കാണിക്കപ്പെട്ടു. ഇത്തരമൊരു സമൂഹത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു പ്രകൃതം, അവിടെ നീതി സ്വാഭാവികമായും വിതരണം ചെയ്യപ്പെടുന്നില്ല എന്നതാണ്. നീതി സ്വാഭാവികമായും വിതരണം ചെയ്യപ്പെടുന്നില്ല എന്നത് മാത്രമല്ല, അങ്ങനെ വിതരണം ചെയ്യാതിരിക്കുന്നത് എന്തെങ്കിലും ഒരു കുറ്റമാണെന്ന്, ഒരു കുറവാണെന്ന്, ഒരു കുഴപ്പമാണെന്ന് ഒരു മനുഷ്യനും തോന്നാത്ത വിധമുള്ള ഒരു ധാർമ്മിക ബോധം എല്ലാ മനുഷ്യരെയും പിടികൂടുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഗ്രേഡഡ് ഇൻഇക്വാളിറ്റി എന്ന് പറയുന്നൊരു സാമൂഹിക സംവിധാനം മാത്രമല്ല, മറിച്ചൊരു ധാർമ്മിക വ്യവസ്ഥയാണെന്നും ഈ ഗ്രേഡഡ് ഇൻഇക്വാളിറ്റിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ധർമ്മബോധം തന്നെ, എത്തിക്കൽ സെൻസ് തന്നെ ഗ്രേഡഡായി മാത്രം വർക്ക് ചെയ്യുന്നതാണെന്നുള്ളതാണ് ഇന്ത്യൻ സമൂഹം നേരിടുന്ന, ഇന്ത്യയിലെ കീഴാളർ നേരിടുന്നതല്ല, ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരും നേരിടുന്ന പ്രധാനപ്പെട്ട ട്രാപ്പ് അതാണെന്നുള്ളതാണ് നമ്മൾ കാണേണ്ട കാര്യം. അതുകൊണ്ട് ഇവിടെ നീതി വിതരണം ചെയ്യുന്നില്ല എന്നതല്ല, നീതി വിതരണം ചെയ്യാതിരിക്കുന്നത് എൻ്റെ ധർമ്മമാണെന്ന് വിചാരിക്കുന്ന മനുഷ്യർ ഇവിടെ ജീവിച്ചിരിക്കുന്നു എന്നതാണ് ഇന്ത്യ നേരിടുന്നൊരു പ്രശ്നം. അതായത് ഇന്ത്യയിലെ ദളിതനോടുള്ള ഒരു വിവേചന ബോധം വളരെ സ്വാഭാവികവും ശരിയുമാണെന്നും അതെൻ്റെ ധർമ്മമാണെന്നും വിചാരിക്കുന്ന മനുഷ്യരെ സൃഷ്ടിക്കുന്ന ഒരു വ്യവഹാര മണ്ഡലമാണ് ഇന്ത്യയിൽ പ്രബലമായിരിക്കുന്നത് എന്നതായിരുന്നു ഈ മൂന്നാമത്തെ ധാര ലോകത്തോട് പറഞ്ഞൊരു കാര്യം. അത്തരമൊരു സമൂഹത്തിൻ്റെ ഈ ഘടനയെ ബ്രേക്ക് ചെയ്ത് അതിൽ മാറ്റം വരുത്തി നീതിയുടെ വിതരണം സാധ്യമാകാൻ എന്താണ് ചെയ്യേണ്ടത് എന്നത് ഇന്ത്യ നേരിട്ട വളരെ ബേസിക്കായ ഒരു പ്രശ്നമായിരുന്നു. ഒരു ആധുനിക ദേശരാഷ്ട്രത്തിൻ്റെ ഭാവനയിലെ അടിസ്ഥാനപരമായ തത്വങ്ങളിലൊന്ന് അതിലെ എല്ലാ പൗരന്മാർക്കും നീതി ഉറപ്പു ചെയ്യുക എന്നതാണ്. എന്നാൽ നമ്മുടെ സാമൂഹ്യ ഘടന ഒരിക്കലും നീതിയുടെ വിതരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, നീതിയുടെ വിതരണത്തെ റിച്വലിസ്റ്റിക്കായി തന്നെ തടഞ്ഞു നിർത്തുന്ന, അതിനെ അനുവദിക്കാത്ത ഒരു ഘടനയാണ് നമ്മുടെ സമൂഹത്തിനുള്ളത് എന്നതുകൊണ്ടാണ് ഒരു പക്ഷേ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഇത് ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ ഈ നീതിയുടെ വിതരണത്തെ സാധ്യമാക്കാവുന്ന ഒരു സംവിധാനം എങ്ങനെ രൂപപ്പെടുത്താമെന്നൊരാലോചന ഇന്ത്യക്കകത്തുണ്ടാകുന്നു. അത് ഈ പറയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ ഈ ധാരയിൽ നിന്നാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഗതി രൂപപ്പെട്ടിട്ടുണ്ട്. 1919 സൗത്ത് ബോറോ കമ്മിറ്റി എന്ന് പറയുന്നൊരു കമ്മിറ്റി, നമ്മളുടെ സമ്മതിദാന അവകാശത്തെക്കുറിച്ചിട്ട് പഠിക്കാൻ ഒരു കമ്മീഷൻ വരുന്നുണ്ട്. സൗത്ത് ബോറോ പ്രഭുവായിരുന്നു അതിൻ്റെ ചെയർമാൻ. ആ കമ്മീഷന് ഡോക്ടർ BR അംബേദ്കർ ഒരു നിവേദനം കൊടുക്കുന്നുണ്ട്. ആ നിവേദനത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം, ഒരു ജനാധിപത്യ സമൂഹത്തിനകത്ത് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുടെ സംഗമസ്ഥാനമായിരിക്കണം ഒരു ജനാധിപത്യ വേദി എന്ന് പറയുന്നത്. എന്നാൽ ഈ വ്യത്യസ്ത അഭിപ്രായങ്ങളുടെ സംഗമവേദിയാണ് എന്നതുകൊണ്ട് അത് ജനാധിപത്യത്തിൻ്റെ പൂർണ്ണമായ രൂപമാകുന്നില്ല. അത് ജനാധിപത്യത്തിൻ്റെ പകുതി മാത്രമേ, 50% മാത്രമേ ആകുന്നുള്ളൂ. നമ്മുടേതുപോലെ വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ളൊരു സമൂഹത്തിനകത്ത് ജനാധിപത്യം പൂർണ്ണമാകണമെങ്കിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുടെ റെപ്രസെൻറ്റേഷൻ മാത്രം പോരാ, വ്യത്യസ്തമായ ജനവിഭാഗങ്ങളുടെ പ്രതിനിധികൾ കൂടി അവിടെ എത്തിച്ചേരുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം എന്നാണ് 19 ഒരു നിവേദനത്തിൽ പറയുന്നൊരു കാര്യം. അതായത് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുടെ മാത്രം, അത് പ്രധാനമാണ്, അത് പ്രധാനമല്ല എന്ന് പറയുന്നില്ല, അത് പ്രധാനമാണ്. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ ജനവിഭാഗങ്ങളുടെ പ്രതിനിധികൾ എത്തിച്ചേരുന്നുണ്ട് എന്നതുകൂടി നമ്മൾ ഉറപ്പുവരുത്തുമ്പോഴേ ജനാധിപത്യം പൂർണ്ണമാകുന്നുള്ളൂ എന്ന ഒരു വാദം 1900 ആദ്യഘട്ടത്തിൽ തന്നെ രൂപപ്പെടുന്നു. അതായത് ഈ റെപ്രസെൻറ്റേഷൻ്റെ പൊളിറ്റിക്സ്,
പ്രതിനിധാനത്തിൻ്റെ രാഷ്ട്രീയമെന്ന് പിൽക്കാലത്ത് വിളിക്കപ്പെട്ട ഒരു ചർച്ച വളരെ നേരത്തെ തന്നെ ആരംഭിക്കുകയും ഓരോ വിഭാഗത്തിൻ്റെയും പ്രതിനിധികൾ എത്തിച്ചേരാവുന്ന ഇടങ്ങളാക്കി ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനത്തെ മാറ്റേണ്ടതുണ്ട് എന്ന വളരെ പ്രബലമായൊരു വാദം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് സമാന്തരമായി തന്നെ നടന്നു വരുന്നു. ആ ഒരു റെപ്രസെൻറ്റേഷൻ ഉറപ്പ് എല്ലാ വിഭാഗവും ത്തിൻ്റെയും പ്രതിനിധികൾ വരണം, എത്തിച്ചേരണം. ഇങ്ങനെ പറയുവാൻ കാരണമെന്നു ചോദിച്ചാൽ ഇന്ത്യ ഒരു ഡൈവേഴ്സിഫൈഡ് കൺട്രി ആണെന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും സമ്മതമാണ്. പക്ഷേ ഈ ഡൈവേഴ്സിറ്റി എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യം പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. ഡൈവേഴ്സിഫൈഡ് ആണ് എന്ന കാര്യം നമ്മൾ ചർച്ച ചെയ്യും. പക്ഷേ ഇതെങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൻ്റെ സാമൂഹിക ശരീരത്തിൽ എങ്ങനെയാണ് നമ്മളുടെ ഈ ഡൈവേഴ്സിറ്റി പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്? അത് നമ്മൾ ഒരു പടി കൂടി കടന്ന് നമ്മളതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇത് സാമൂഹ്യ ശരീരത്തിൻ്റെ പല സ്ഥലങ്ങളിലാണ്. അതൊരു പക്ഷേ മാർജിനാവാം, ബോട്ടമാവാം, മിഡിലാവാം, ടോപ്പാവാം, അങ്ങനെ ഒരു ഉപേക്ഷിക്കപ്പെട്ട സ്ഥലങ്ങളാവാം. ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് വിന്യസിക്കപ്പെട്ടിരിക്കുന്ന ഈ വ്യത്യസ്തമായ വിഭാഗങ്ങൾ യഥാർത്ഥത്തിൽ ഒരു സ്റ്റേറ്റ് ഭാവന ചെയ്യുന്നത് പോലെ, തിയറട്ടിക്കലി ഭാവന ചെയ്യുന്നത് പോലെ ഏകകാലത്തിലോ ഏകദേശത്തിലോ ജീവിക്കുന്നവരല്ല എന്നതാണ് അതിൻ്റെ കാര്യം. അതായത് ഇന്ത്യയിലെ വ്യത്യസ്തമായ ജനവിഭാഗങ്ങൾ വ്യത്യസ്തരായിരിക്കുന്നു എന്നത് മാത്രമല്ല, അവർ പല ദേശങ്ങളിലും പല കാലങ്ങളിലും, ദേശമെന്നാൽ പല ദേശസങ്കല്പത്തിലും പല കാലസങ്കല്പങ്ങളിലും ജീവിക്കുന്നവരാണ് എന്നതുകൂടി നമ്മൾ ഗൗരവമായി എടുക്കേണ്ടതുണ്ട് എന്നതാണ് ഇതിൻ്റെ പിന്നിലുള്ള വേറൊരു ദർശനം. അതായത് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യക്കാരോട് 1919 ബ്രിട്ടൻ പ്രഖ്യാപിക്കുന്നൊരു കാര്യം, ഇന്ത്യയിൽ ഈ ഡൈവേഴ്സിറ്റി ഉള്ളതുകൊണ്ട് ഇന്ത്യക്കാർക്ക് ഭരിക്കുവാൻ, ഒരു ആധുനിക രാഷ്ട്രത്തെ ഭരിക്കുവാനുള്ള യോഗ്യതയില്ല. കാരണം അവർ ചിന്നിച്ചിതറിയൊരു സമൂഹമാണ്, അവർക്കൊരു രാഷ്ട്രത്തെ നയിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ അതിന് മറുപടിയായിട്ട് ഇന്ത്യയിൽ നിന്ന് ഉയർന്നു വന്ന പ്രധാനപ്പെട്ട വാദഗതികളിലൊന്ന് ഈ ഡൈവേഴ്സിറ്റിയാണ് ഞങ്ങളുടെ ബലം എന്നാണ്. അതായത് ഇന്ത്യയിൽ വ്യത്യസ്തമായ ജനവിഭാഗങ്ങൾ ജീവിക്കുന്നുണ്ട് എന്നതിനെ ഒരു യാഥാർത്ഥ്യമായി എടുത്തുകൊണ്ടുള്ള ഒരു രാഷ്ട്രത്തെ ഞങ്ങൾ നിർമ്മിക്കുമെന്നാണ് അന്ന് ഉയർന്നു വന്നൊരു മറുപടി. അതായത് നമ്മുടെ സാമൂഹികമായ വ്യത്യസ്തതകൾ ഇല്ല എന്ന് പറയുകയല്ല, അത് കേവലം ഉണ്ടെന്ന് സമ്മതിക്കുകയല്ല, അതിനെക്കൂടി അക്കമഡേറ്റ് ചെയ്യുന്ന ഒരു രാഷ്ട്രരൂപത്തെ, ഒരു ജനാധിപത്യ രാഷ്ട്രഘടനയെ ഞങ്ങൾ നിർമ്മിക്കുമെന്നാണ് ബ്രിട്ടീഷുകാരോട് അന്ന് ഇന്ത്യക്കാർ പറഞ്ഞ മറുപടികളിലൊന്ന്. ഈ ഒരു പൊളിറ്റിക്കലായൊരു സെൻസിബിലിറ്റി, അതായത് ഇന്ത്യയുടെ വ്യത്യസ്തതകളെ രാഷ്ട്രീയമായി അക്കമഡേറ്റ് ചെയ്യുന്ന പുതിയ ഒരു രാഷ്ട്രസങ്കല്പത്തെ കൂടി നമ്മൾ ഇതിൻ്റെ ബേസായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ ജനവിഭാഗങ്ങളുടെ വ്യത്യസ്തതകളെ ഉപേക്ഷിക്കുകയല്ല, അവരെല്ലാവരും ഒറ്റപ്പെട്ടിയിൽ തന്നെ അടക്കാൻ കഴിയുന്ന മനുഷ്യരായി പരിവർത്തനപ്പെടുകയല്ല വേണ്ടത്. മറിച്ച് ആ വ്യത്യസ്തതകളെ അംഗീകരിച്ച് ആദരിക്കുന്ന ഒരു രാഷ്ട്രമാണ് വേണ്ടതെന്നുള്ള ഒരു സങ്കല്പത്തിൽ നിന്നാണ് ഈ സംവരണ തത്വം പോലുള്ളതിൻ്റെ വേരയഥാർത്ഥത്തിൽ കിടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം 1928 സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യക്ക് രാഷ്ട്രാധികാരം കൈമാറുന്നതിനെ സംബന്ധിച്ചും ഡൊമിനിയൻ പദവി കൊടുക്കുന്നതിനെക്കുറിച്ചൊക്കെ കൺസൾട്ടേഷൻ നടത്തുന്നതിന് വേണ്ടി സൈമൺ കമ്മീഷൻ വരുന്നുണ്ട്. സൈമൺ കമ്മീഷൻ വരുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിനെ ബഹിഷ്കരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡോക്ടർ BR അംബേദ്കർ അടക്കമുള്ളവർ അവിടെ ചെന്ന് നിവേദനം കൊടുക്കുന്നു. അതൊരു വലിയ വിവാദമായി മാറുന്നുണ്ട്. ആ വിവാദമായി മാറുന്നൊരു സമയത്ത് ഡോക്ടർ BR അംബേദ്കർ ബ്രിട്ടീഷുകാരുടെ ചാരനാണ് എന്ന ഒരു പ്രഖ്യാപനം ദേശീയ പ്രസ്ഥാനവും ഇടതുപക്ഷവും ആ ഘട്ടത്തിൽ നടത്തുന്നുണ്ട്. ഇത് എന്ന് പറയുന്നത് വളരെ രേഖീയമായ, വളരെ ഋജുവായിട്ടുള്ള, വൺ ലൈനായിട്ടുള്ള നമ്മളുടെ ദേശീയ ബോധം എപ്പോഴും ഈ സങ്കീർണതകളെ അഭിസംബോധന ചെയ്യാതിരിക്കുകയും മറുഭാഷണങ്ങളെ ഏതെങ്കിലും തരത്തിൽ വ്യത്യസ്തമായ വാക്കുകൾ പറയുന്നവരെല്ലാം ചാരന്മാരാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സംസ്കാരം ഈ പ്രബല ദേശീയതയുടെ ഒരു രീതിശാസ്ത്രമാണ്. അങ്ങനെ ഈ കീഴാളർക്ക് വേണ്ടി സംസാരിക്കുന്ന മുഴുവൻ മനുഷ്യരും ഭരണകൂടത്തിൻ്റെ ഒറ്റുകാരാണ് എന്ന് പറയുന്ന വിധമുള്ള ഒരു ബോധ്യം. അതായത് അവിടെ ഈ ചില ഡൈക്കോട്ടമി വെച്ചിട്ടാണ് ആലോചന ആരംഭിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രിട്ടീഷുകാർക്കെതിരാവാം, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ചാരനാവാം. മൂന്നാമതൊരു ഓപ്ഷൻ
അവരെ അനുവദിച്ചു തരുന്നില്ല. നിങ്ങൾക്കൊന്നുകിൽ തൊഴിലാളി വർഗത്തിൻ്റെ കൂടെ നിൽക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബൂർഷ്വാസിയുടെ ഏജൻ്റ് ആവാം. മൂന്നാമതൊരു ചാൻസ് നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന ഒരു ഡൈക്കോട്ടമിലാണ് ഇതിൻ്റെ മുഴുവൻ ഡിസ്കോഴ്സും കിടക്കുന്നത്. എന്നാൽ ഇന്ത്യ പോലെ സങ്കീർണമായ സാഹചര്യത്തിൽ, സാമൂഹികമായി സങ്കീർണമായ ഇന്ത്യൻ സാഹചര്യത്തിൽ 2 എന്നല്ല 3, 4 ഓപ്ഷൻസ് മനുഷ്യന് മുന്നിലുണ്ട് എന്നുള്ളത് ചരിത്രത്തിൽ തെളിയിക്കപ്പെട്ടൊരു കാര്യമാണ്. ഇപ്പോൾ ശ്രീനാരായണ ഗുരു ഒക്കെ പറയുന്ന ഒരു കാര്യം, ശ്രീനാരായണ ഗുരു പറയുന്നത്, അദ്ദേഹം ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഇൻറ്റേർണലായിട്ടുള്ളൊരു ബ്രാഹ്മണിക്കൽ അധികാരത്തെയാണ് അദ്ദേഹം ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അത് വളരെ പ്രധാനമാണ്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് രാഷ്ട്രത്തിനെതിരല്ല എന്ന ഒരു വ്യാഖ്യാനം വരികയും ശ്രീനാരായണ ഗുരു അടക്കമുള്ള ഈ നവോത്ഥാന നായകരെല്ലാം തന്നെ വളരെ താഴ്ന്ന നിലവാരത്തിലുള്ള നവോത്ഥാന പ്രവർത്തനം നടത്തിയവരാണെന്നൊക്കെ പിൽക്കാലത്ത് വ്യാഖ്യാനം കൊണ്ടുവരുന്നുണ്ട്. അത് താഴ്ന്നതാണോ അതോ ഉയർന്നതാണോ എന്നുള്ളത് പിന്നെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, ഇങ്ങനെ 28-ലെ സൈമൺ കമ്മീഷന് ശേഷം 30-32 കാലത്ത് ലണ്ടനിൽ ഒരു വട്ടമേശ സമ്മേളനം നടന്നു. ഇന്ത്യയിലെ കമ്മ്യൂണൽ ക്വസ്റ്റ്യൻ പരിഹരിക്കാനായിട്ടാണ്. വട്ടമേശ സമ്മേളനത്തിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട കമ്മ്യൂണൽ ക്വസ്റ്റ്യൻ എങ്ങനെ പരിഹരിക്കാം, ഇന്ത്യയിലെ വർഗീയമായ പ്രശ്നങ്ങൾ എന്ന് വേണമെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്ന ഈ വ്യത്യസ്തതകളുടെ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്നതായിരുന്നു അവിടുത്തെ ചർച്ച. ആ ചർച്ചയിൽ ആദ്യത്തെ വട്ടമേശ സമ്മേളനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബഹിഷ്കരിച്ചു. രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധി നേരിട്ട് തന്നെ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഗാന്ധി പ്രഖ്യാപിച്ചൊരു കാര്യം, അത് വളരെ ഈ സംവരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊരു ചർച്ചയിൽ പ്രധാനം. ഗാന്ധി പറഞ്ഞു, ഐ ആം ദ സോൾ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഇന്ത്യ എന്നാണ് ഗാന്ധി പറഞ്ഞിട്ട്, ഞാനാണ് ഇന്ത്യയുടെ ഏക പ്രതിനിധി എന്ന് പറയുമ്പോൾ അതിന് മറുപടിയായിട്ട് ആ സഭയിൽ ഉയർന്നു വന്നൊരു കാര്യം, ഇവിടെ ഇന്ത്യൻ ക്രിസ്ത്യാനികളുടെ പ്രതിനിധികളുണ്ട്, സിഖുകാരുടെ പ്രതിനിധികളുണ്ട്, മുസ്ലിങ്ങളുടെ പ്രതിനിധികളുണ്ട്, ഡിപ്രസ്ഡ് ക്ലാസസിൻ്റെ പ്രതിനിധികളുണ്ട്. ഇത്രയും പ്രതിനിധികൾ ഇവിടെ ഇരിക്കെ ഗാന്ധി എങ്ങനെ ഇന്ത്യയുടെ സോൾ റെപ്രസെൻറ്റേറ്റീവ് ആവും എന്നൊരു മറു ചോദ്യം അവിടെ ഉയർന്നു. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ഗാന്ധി മാത്രമല്ലെന്നും ഈ പറഞ്ഞ ബാക്കിയുള്ള റെപ്രസെൻറ്റേറ്റീവ്സും കൂടി കൂടിയതാണെന്നും എന്ന ഒരു പുതിയ ഒരു സംഗതിയാണ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. അവിടുത്തെ ചർച്ചകളിൽ ഗാന്ധി ഇടപെടുന്നുണ്ട്. ഗാന്ധി പറയുന്നൊരു കാര്യം, ഈ മുസ്ലിങ്ങൾക്ക് പ്രത്യേക അവകാശം കൊടുത്തോട്ടെ, അത് ഞാൻ എതിരല്ല, അങ്ങനെ മതവിഭാഗങ്ങൾക്ക് പ്രത്യേക അവകാശം കൊടുക്കുന്നതിന് ഞാൻ എതിരല്ല, പക്ഷേ ഡിപ്രസ്ഡ് ക്ലാസ്സിന് പ്രത്യേക അവകാശം കൊടുത്താൽ അത് ഹിന്ദു മതത്തെ പിളർത്തും, തകർക്കും, അതുകൊണ്ട് അവർക്ക് പ്രത്യേക അവകാശം കൊടുക്കാൻ പാടില്ല എന്നൊരു സ്റ്റാൻഡായിരുന്നു ഗാന്ധിക്കുണ്ടായിരുന്നു. എന്നാൽ ആ സമയത്ത് ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ ഹിന്ദുക്കളല്ല, ഞങ്ങൾ പ്രത്യേക വിഭാഗമാണ്, വി ആർ നോട്ട് ദ പാർട്ട് ബട്ട് എ പാർട്ട് എന്ന് പറയാവുന്ന വിധം ഞങ്ങൾ വേറിട്ട ഘടകമാണ്, ഞങ്ങൾ ഏതിൻ്റെയെങ്കിലും വെറും ഭാഗമല്ല, ഞങ്ങൾ വേറിട്ട ഘടകമാണ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ 2 വട്ടമേശ സമ്മേളന അനന്തരം ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരു കമ്മ്യൂണൽ അവാർഡ് എന്ന് പറയുന്നൊരു സാധനം പ്രഖ്യാപിക്കുന്നു. ആ അവാർഡ് അനുസരിച്ചിട്ട് ഇന്ത്യയിലെ ദളിതർക്ക്, അൺടച്ചബിൾ കാസ്റ്റിന് അവരുടെ സ്വന്തം പ്രതിനിധിയെ തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം കൂടി ഉറപ്പിക്കുന്ന ഒരു കാര്യമാണ്. സ്വന്തം പ്രതിനിധിയെ അവർ തന്നെ തിരഞ്ഞെടുക്കും, പൊതുപ്രതിനിധിയെയും അവർ തിരഞ്ഞെടുക്കും, സ്വന്തം പ്രതിനിധിയെ അവർ തന്നെ തിരഞ്ഞെടുക്കും. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ പാർലമെൻറ്റിലും നിയമസഭകളിലും ഉന്നയിക്കാനായിട്ട് അവരുടെ സ്വന്തം പ്രതിനിധികൾക്ക് കഴിയണം എന്ന നിലയ്ക്ക് കമ്മ്യൂണൽ അവാർഡ് എന്ന് പറയുന്നൊരു അവാർഡ് പ്രഖ്യാപിക്കുന്നത്. ഈ കമ്മ്യൂണൽ അവാർഡിനെതിരെയാണ് ഗാന്ധി നിരാഹാരം കിടക്കുകയും മരണം വരെ, ഗാന്ധിയുടെ ജീവിതത്തിൽ ആകെ കൂടി മരണം വരെ നിരാഹാരം പ്രഖ്യാപിച്ച ഒരു സന്ദർഭമാണത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഹിന്ദുമതത്തെ പിളർത്തും, അതുകൊണ്ട് ദളിതർക്ക് പ്രത്യേകമായ അവകാശം കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഹിന്ദുമതത്തെ പിളർത്തുമെന്ന് ഗാന്ധി ആശങ്കപ്പെടുന്നൊരു സമയത്ത് നമ്മൾ ഈ സംവരണവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹിന്ദുമതം ഓൾറെഡി പിളർന്ന ഒരു സമൂഹമാണ്. ഹിന്ദുമതം എന്നത് ഒരു മതത്തിൻ്റെ യാതൊരു ദൗത്യവും നിറവേറ്റുന്ന ഒരു കാര്യമല്ല, മറിച്ച് അത് ജാതികളുടെ ഒരു സമാഹാരമാണ്. ഹിന്ദു എന്ന് പറഞ്ഞ ഒരാൾ ജീവിച്ചിരിപ്പില്ല. ഞാൻ ഹിന്ദുവാണെന്ന് പറഞ്ഞാൽ ആ വാക്യം പൂർണ്ണമല്ല, ഒരു വാക്യം കൂടി പറയണം, എങ്കിൽ മാത്രമേ പൂർണ്ണമാവൂ. ഏത് ജാതിയാണെന്നും കൂടി പറഞ്ഞാലേ ഹിന്ദു എന്ന ആ അവകാശവാദം നിൽക്കത്തുള്ളൂ.
അപ്പോൾ അങ്ങനെയുള്ളൊരു സമൂഹം പിളരുമെന്ന് ആശങ്കപ്പെടുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ഈ ആധുനിക കാലത്ത് ഡെമോക്രസിക്കകത്ത് പ്രധാനപ്പെട്ട കാര്യം നമ്പറാണ്, എണ്ണമാണ്. ഈ ഇന്ത്യയിലെ ജാതി മേധാവികൾ ആദ്യമായി തന്നെ മനസ്സിലാക്കി 1871 സെൻസസ് പുറത്തു വന്നപ്പോൾ അവർക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കിയൊരു കാര്യം, ഇന്ത്യയിലെ സവർണൻ വളരെ ന്യൂനപക്ഷമാണെന്നുള്ള കാര്യം മനസ്സിലായത്. അങ്ങനെ ന്യൂനപക്ഷമായ സ്ഥിതിക്ക് ഇതിനെ ഭൂരിപക്ഷമാക്കി മാറ്റാൻ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ആലോചനകളിലാണ് ഈ ദളിതരെന്നത് ഹിന്ദുവായി മാറും. ദളിതരറിഞ്ഞിട്ടല്ല ദളിതർ ഹിന്ദുവായത്. ദളിതർക്ക് പിന്നെയും വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞാൽ അവർ മനസ്സിലാക്കുന്നത് അവർ ഹിന്ദുവാണെന്നുള്ളൊരു കാര്യം. കാരണം അവരെ ഹിന്ദുവായിട്ട് എണ്ണിയെടുക്കുക, ഈ സെൻസസിൽ എണ്ണിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവരെ ഒരിക്കലും സഹോദരങ്ങളായി കാണുകയോ കൂടെ നിർത്തുകയോ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയോ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയോ കല്യാണം കഴിക്കുകയോ ഇതൊന്നും ചെയ്യാതെ ഇവർ ഹിന്ദുക്കളായത് ഈ എണ്ണത്തിൻ്റെ ബോധ്യത്തിലാണ്. ഈ സവർണനെ മാത്രം എണ്ണിയാൽ അവൻ വളരെ ന്യൂനപക്ഷമായിരിക്കുമെന്നും ജനാധിപത്യ ഭരണപ്രക്രിയക്കകത്ത് നമ്പർ ഓഫ് വോട്ട് വളരെ പ്രധാനമാണെന്നും അതുകൊണ്ട് ഹിന്ദുവിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ചാൽ മാത്രമേ അധികാരത്തെ നിലനിർത്താൻ കഴിയൂ എന്ന വളരെ വ്യക്തമായ ബോധ്യം ഉണ്ടായിരുന്നവരാണ് ഈ കീഴ്ത്തട്ടിനെയൊക്കെ ഹിന്ദുവായി എണ്ണിക്കൊണ്ട് സെൻസസ് പൂർത്തീകരിക്കും. അങ്ങനെയാണ് 1909 മുസ്ലിം ലീഗിൻ്റെ നേതാവ് ബ്രിട്ടീഷുകാർക്കൊരു നിവേദനം കൊടുക്കുന്നുണ്ട്. അതിനകത്ത് മുസ്ലിം ലീഗിൻ്റെ നേതാവ് പറയുന്ന ആ നിവേദനത്തിൽ പറയുന്നൊരു കാര്യം, ഈ ഒരിക്കലും ഹിന്ദുക്കളല്ലാത്ത മനുഷ്യരെ കൂടി കൂട്ടി വ്യാജ്യമായി ഹിന്ദുക്കളുടെ എണ്ണം കൂട്ടുന്നൊരു പദ്ധതി ഇവിടെ നടന്നു വരുന്നു. ഇത് ആത്യന്തികമായി മുസ്ലിങ്ങൾക്കൊരു ഭീഷണിയായി തീരുമെന്ന് 1909 ഈ സെൻസസ് കമ്മീഷണർക്ക് കൊടുക്കുന്ന നിവേദനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ അങ്ങനെ ഈ എണ്ണം ദളിതരെ ഒരു പ്രത്യേക വിഭാഗമായി രാഷ്ട്രീയമായി പരിഗണിച്ചാൽ അത് ഈ എണ്ണത്തിൽ കുറവ് വരുമെന്നതായിരുന്നു അതിൻ്റെ യഥാർത്ഥ കാരണം. പക്ഷേ ഗാന്ധി സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഗാന്ധി പറഞ്ഞത് ഹിന്ദു മതത്തെ അത് പിളർത്തും, അതുകൊണ്ട് ഞാനിതിനെ അംഗീകരിക്കുന്നില്ല എന്ന് പറയുകയും കമ്മ്യൂണൽ അവാർഡ് പിൻവലിക്കുകയും പകരം ഇന്ന് നമ്മൾ കാണുന്ന തരത്തിലുള്ള ഒരു സംവരണം, അതായത് ദളിതർക്ക് ചില മണ്ഡലങ്ങൾ റിസർവ് ചെയ്യുന്ന സംവരണത്തിൻ്റെ ഒരു അടിസ്ഥാന രേഖയുണ്ടാകുന്നത് 1932 സെപ്റ്റംബർ 24 ഈ പൂന യാർവാദ ജയിലിൽ നിരാഹാരത്തിലായിരുന്ന ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ ഹിന്ദു മഹാസഭയുടെ നേതാക്കളും ഡോക്ടർ അംബേദ്കറും ഒപ്പുവെക്കുന്നതിലൂടെയാണ് ഈ രേഖയുണ്ടാകുന്നത്. ഇതാണ് ഇന്ന് നമ്മൾ കാണുന്ന സംവരണത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള രേഖ. അത് പിന്നീട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിലും പിന്നീട് ഭരണഘടനയിലേക്കും ഈ തത്വം ഇൻട്രഡ്യൂസ് ചെയ്യുകയാണ്. ഈ സന്ദർഭത്തെ അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഈവൻ്റ് എന്ന നിലക്ക് അവിടെ ഉണ്ടായൊരു സംവാദം നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പം ഗാന്ധി നിരാഹാരം കിടക്കുമ്പോൾ അംബേദ്കറിന് മേൽ വലിയൊരു സമ്മർദ്ദം വരുന്നുണ്ട്. നിങ്ങൾ ഗാന്ധി പറയുന്നത് പോലെ കമ്മ്യൂണൽ അവാർഡ് ഉപേക്ഷിക്കാൻ നിർബന്ധിക്കണം, അംബേദ്കർ നിർബന്ധിക്കുന്നുണ്ട്. അംബേദ്കർ അതിന് പറയുന്നൊരു കാര്യം, എൻ്റെ മുന്നിൽ 2 ഓപ്ഷനേ ഉള്ളൂ. അതിലൊന്ന് ഗാന്ധിയുടെ ജീവൻ രക്ഷിക്കുക, മറ്റൊന്ന് എൻ്റെ ജനതയുടെ അവകാശത്തെ നീട്ടിവെക്കുക. തൽക്കാലം ഞാൻ എൻ്റെ ജനതയുടെ അവകാശത്തെ നീട്ടിവെക്കുന്നു, ഗാന്ധിയുടെ ജീവൻ രക്ഷിക്കാൻ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒപ്പിടാൻ പോകുന്നത്. ഒപ്പിട്ട് തിരിച്ചിറങ്ങുമ്പോഴും ഇദ്ദേഹം ഒരു കമൻറ്റ് പറയുന്നുണ്ട് അംബേദ്കർ, അതിൻ്റെ സത്ത മുഴുവൻ ചോർത്തി കുടിച്ചിട്ട് അതിൻ്റെ ചണ്ടി എൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നു എന്നാണ് പൂന പാക്റ്റിനെ കുറിച്ച് അംബേദ്കർ പറഞ്ഞ ഒരു കാര്യം. അതായത് ഈ സെപ്പറേറ്റ് ഇലക്ട്രേറ്റിലൂടെ കിട്ടാവുന്ന സവിശേഷമായൊരു അവകാശത്തെ റദ്ദ് ചെയ്യുകയും ഒരുപക്ഷെ ദളിതർക്കൊരു ഗുണവും ചെയ്യാത്ത ചില പ്രതിനിധികളെ തിരഞ്ഞെടുക്കാനുള്ള അവകാശമായി ഇത് മാറ്റപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ സത്ത ചോർന്നു പോയിരിക്കുന്നു, അതിൻ്റെ ചണ്ടി എൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നു എന്നാണ് അംബേദ്കർ എന്ന് പറഞ്ഞൊരു കാര്യം. അത് ഇപ്പോഴത്തെ പുതിയ സാഹചര്യത്തിൽ അതൊക്കെ വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളാണ്. എന്തായാലും ഈ 32 ഈ കരാറ് ഈ ഇത്തരമൊരു ഹിസ്റ്ററിയാണ് യഥാർത്ഥത്തിൽ ഈ സംവരണവുമായി ബന്ധപ്പെട്ടുള്ളത്. ഈ ദളിതർക്ക് പ്രത്യേകമായിട്ടുള്ള സംവരണം, പ്രത്യേകമായ പരിഗണന ആധുനിക സ്റ്റേറ്റ് കൊടുക്കേണ്ടി വരുന്നത് അവർക്ക് സ്വാഭാവികമായും ആ പരിഗണന സമൂഹം നൽകുന്നില്ല എന്നിടത്താണ്. അതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലും ചർച്ച ചെയ്യുന്നത്. ഈ വിഷയം തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. ആ വിഷയത്തിലും വരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സ്വാഭാവികമായ നീതി
വിതരണം ചെയ്യപ്പെടാത്തത് കൊണ്ട് അവർക്കത് ഉറപ്പുവരുത്തുക എന്നതാണ് പ്രധാനം. എന്ന് പറഞ്ഞാൽ ജസ്റ്റിസാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ നമ്മുടെ സംവരണ ചർച്ചകളിലൊന്നും ജസ്റ്റിസിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യില്ല. നമ്മളെപ്പോഴും മെറിറ്റിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. ഇതിനെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കുകയാണ്. സംവരണം എന്ന അടിസ്ഥാനപരമായ ഈ ഭരണഘടനാ തത്വം രൂപം കൊണ്ടത് നീതി ലഭ്യമാകാത്ത വിഭാഗങ്ങൾക്ക് നീതി ഉറപ്പ് ചെയ്യുന്നതാണ് എന്നതിനെ മറച്ചു വെക്കുകയും ഇത് മെറിറ്റുമായി ബന്ധപ്പെട്ട മെറിറ്റില്ലാത്ത ആർക്കൊക്കെയോ കൊടുക്കുന്ന, കഴിവില്ലാത്തവർക്ക് കൊടുക്കുന്ന, ദരിദ്രർക്ക് കൊടുക്കുന്ന എന്തോ ഒരു വലിയ അധിക സഹായമാണ് എന്ന ഒരു പ്രതീതിയാണ് സംവരണ വിരുദ്ധ ചർച്ചയിൽ എപ്പോഴും നിഴലിക്കുന്നൊരു കാര്യം. ഞാൻ പറയുന്നൊരു കാര്യം, ഇതിന് ജസ്റ്റ് മെറിറ്റുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് യഥാർത്ഥ കാരണം. ഒരാൾ മെറിറ്റിയസ് ആണെങ്കിലും അയാൾ സ്വീകരിക്കപ്പെടുന്നില്ല എന്നിടത്താണ് റിസർവേഷൻ വർക്ക് ചെയ്യുന്നത്. അതല്ലാതെ മെറിറ്റ് ഇല്ലാത്തവർക്ക് വേണ്ടിയല്ല റിസർവേഷൻ വർക്ക് ചെയ്യുക. മെറിറ്റിയസ് ആണ് എങ്കിലും അയാൾ സ്വീകരിക്കപ്പെടും. എന്തുകൊണ്ട് സ്വീകരിക്കപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഹൈറാർക്കിയുടെ ഭാഗമായി ഉപേക്ഷിക്കപ്പെടേണ്ട ഔട്ട്കാസ്റ്റ്, ഉപേക്ഷിക്കപ്പെടേണ്ട മനുഷ്യനാണ് എന്നതുകൊണ്ട് അവരെ മാറ്റി നിർത്തുന്ന, നമ്മുടെ മൂല്യബോധം കൊണ്ട് നമ്മൾ മാറ്റി നിർത്തുന്നവരെ നിർബന്ധമായും കൈപിടിച്ച് അകത്ത് കയറ്റി നിർത്തുന്ന ഒരു സംവിധാനം മാത്രമാണ് സംവരണം നമ്മൾ അറിയണം. അപ്പം ഇതിന് മെറിറ്റുമായിട്ട് ബന്ധം, മെറിറ്റ് ഈസ് നോട്ട് എ ബയോളജിക്കൽ തിങ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ജന്മനാ വലിയ ബുദ്ധിമാന്മാരായവർ ഒന്നുമില്ല, അതൊക്കെ വെറുതെ പറയുന്ന. വളരെ പ്രതിഭാശാലികളായ, വളരെ അഭൗമമായ ശേഷിയുള്ള ചില മനുഷ്യരൊക്കെ ഇത്രയും കൊല്ലമായിട്ട് നമ്മുടെ ഇടയിൽ ജീവിച്ചിട്ടുള്ളൂ. വിരലിടാവുന്നവരേ ഉള്ളൂ. വളരെ വലിയ ശേഷി, തലച്ചോറിന് വളരെ വലിയ ശേഷി ഉണ്ടായിരുന്ന, വളരെ ഇന്നൊവേറ്റീവ് ആയിരുന്ന, വളരെ പ്രതിഭാശാലി, വളരെ കുറച്ച് 10-15 പേർ നമുക്ക് വേണേൽ എണ്ണിയെടുക്കാം, അത്രയൊക്കെ ഉള്ളൂ. ബാക്കിയൊക്കെ ആവറേജ് മനുഷ്യരാണ്. അതുകൊണ്ട് ഇതൊന്നും ജന്മം കൊണ്ടുണ്ടാവുന്ന ചില വിഭാഗങ്ങൾക്ക് ജന്മം കൊണ്ട് തന്നെ എന്തോ ഭയങ്കര മെറിറ്റോറിയസ് ആണ് എന്ന് നമ്മൾ വിചാരിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഈ മുകളിലേക്ക് പോകുന്തോറും ആഢ്യത്വം വരുന്നത് കൊണ്ടാണ്. മുകളിലുള്ളവരെല്ലാം ആഢ്യന്മാരാണെന്നും അവരെല്ലാം കഴിവുള്ളവരാണെന്നും അവരെല്ലാം ഭാവനാശാലികളാണെന്നും ഒക്കെ വിചാരിക്കുന്ന ഒരു ബോധ്യമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഈ മെറിറ്റ് എന്ന് പറയുന്നത് സാമൂഹികമായി നിർമ്മിക്കപ്പെടുന്ന ഒരു കാര്യമാണ് എന്ന യാഥാർത്ഥ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു കുട്ടിക്ക് കിട്ടുന്ന മാർക്ക്, 100-ൽ കിട്ടുന്ന 50 മാർക്ക് അല്ലെങ്കിൽ 60 മാർക്ക് ആ കുട്ടി മാത്രം മേടിച്ചെടുക്കുന്നതാണ് നിങ്ങൾ വെറുതെ വിചാരിക്കരുത്. ആ കുട്ടി മാത്രം മേടിച്ചെടുക്കുന്നതല്ലത്, മറിച്ച് ആ കുട്ടി ജനിച്ചു വീണ സ്ഥലം, ആ വീടിൻ്റെ അന്തരീക്ഷം, അച്ഛനമ്മമാരുടെ പഠിപ്പ്, അവരുടെ സാമ്പത്തിക സ്ഥിതി, സാമൂഹികമായ അക്സെപ്റ്റൻസ്, ഇങ്ങനെ പല ഘടകങ്ങൾ വർക്ക് ചെയ്തിട്ടാണ് ഒരു കുട്ടി യഥാർത്ഥത്തിൽ, ഒരു വിദ്യാർത്ഥി യഥാർത്ഥത്തിൽ പഠനത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ഒരു സ്കൂളിൽ 1-ാം ക്ലാസ്സിൽ കൊണ്ട് ചേർക്കുമ്പോൾ ഒരു സ്കൂളിൽ ഒരു കുട്ടിക്ക് കിട്ടുന്ന പരിഗണന, ആ പരിഗണനയൊക്കെ ആ കുട്ടിയുടെ ജീവിതത്തെ വല്ലാതെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ ഒട്ടനവധി സാമൂഹിക ഘടകങ്ങൾ കൂടിയാണ് ഒരാളെ മെറിറ്റോറിയസ് ആക്കുന്നത് എന്നത് നമ്മൾ കാണണം. രണ്ടാമതൊരു കാര്യം, ഈ പഠിക്കുന്ന പാഠങ്ങൾ നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെട്ടതാണോ എന്നത്, സിലബസ് നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെട്ടതാണോ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അന്തരീക്ഷത്തിലുള്ള കാര്യങ്ങൾ, നമ്മുടെ ദൈനംദിന വ്യവഹാരങ്ങൾ കടന്നു വരുന്ന കഥാപാത്രങ്ങളാണ് സ്കൂളിൽ ചെല്ലുമ്പോഴും നമ്മൾ കേൾക്കുന്നത്. എങ്കിൽ നമ്മളവിടെ മെറിറ്റോറിയസ് ആയിരിക്കും. നമ്മുടെ കേരളത്തിൻ്റെ ഒരു അനുഭവം പറഞ്ഞാൽ, ആദിവാസി കുട്ടികളൊക്കെ 3-ാം ക്ലാസ് 4-ാം ക്ലാസ് ആകുമ്പം പോകും. ടീച്ചറിനോട് നമ്മൾ ചെന്ന് ചോദിച്ചാൽ ടീച്ചർ പറയും അവന് പഠിക്കാൻ താല്പര്യമില്ലെന്ന് പറയും. ഒറ്റ വാക്കിൽ ടീച്ചർ അവൻ്റെ കഥ കഴിക്കുക. എന്നാൽ എന്തുകൊണ്ടാണ് ആ കുട്ടിക്ക് പഠിക്കാൻ താല്പര്യമില്ലാത്തതെന്ന് ചോദിച്ചാൽ അവന് ഉഴപ്പാണ്, അവൻ വീട്ടിലിരിക്കണം, ഇങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടുകയാണ് ടീച്ചർമാർ. യഥാർത്ഥത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ, ഈ കുട്ടി അവിടെ വരുമ്പം അവൻ അജ്ഞാതമായൊരു ഭാഷയിലാണ് ഈ ടീച്ചർ സംസാരിക്കുന്നത്. അവൻ്റെ ഊരിൽ അവൻ പറയുന്ന ഭാഷയല്ല ടീച്ചർ പറയുന്നത്, വേറെന്തോ പറയുന്നത്. അവനൊരു കാര്യവും മനസ്സിലാവുന്നില്ല. പിന്നെ അവൻ്റെ ജീവിത പരിസരത്തിൽ അവൻ കേട്ട കഥാപാത്രങ്ങളൊന്നുമല്ല അവിടെ പാഠപുസ്തകങ്ങളിൽ നിന്ന് ഇറങ്ങി വന്ന് രാമനും ലക്ഷ്മണനും ഒക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നത്. അപ്പം ഇതൊന്നും ഈ രാമൻ ലക്ഷ്മണനൊന്നും ഇവനറിയത്തില്ല, അത് അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗവുമല്ല. എന്നാൽ ഈ ടെക്സ്റ്റിലേക്ക് ഈ രാമായണ മാസമൊക്കെ കൃത്യമായി ആചരിക്കുന്ന വീട്ടിൽ നിന്ന് വരുന്ന കുട്ടി ഒട്ടും ഈ പുസ്തകത്തോട് അപരിചിതനല്ല. അയാൾ അവിടെ മെറിറ്റോറിയസായി പെട്ടെന്ന് പരിവർത്തനപ്പെടും. അപ്പം മെറിറ്റ് എന്ന് പറയുന്നത് ഒരു സാമൂഹികമായൊരു നിർമ്മിതിയാണ്. അതിൽ കുടുംബത്തിനും സമൂഹത്തിനും ഒക്കെ പ്രധാനപ്പെട്ട പങ്കുണ്ട് എന്ന് നമ്മൾ കാണണം. അതുകൊണ്ട് കുട്ടികൾക്ക്
ഈ മാർക്ക് കുറഞ്ഞു പോകുന്ന കുട്ടി ഇതൊരു കേവലമായൊരു സംഗതിയായിട്ടല്ല ഞാൻ പറയുന്നത്. പൊതുവിൽ മെറിറ്റ് എന്ന് പറയുന്നത് സാമൂഹ്യമായി നിർമ്മിതമാണ്, അതിന് ചരിത്രമുണ്ട്. ഇപ്പോൾ ഈ ICS പരീക്ഷ ഇന്ത്യക്കാർ എഴുതിയിട്ട് എന്താ തോറ്റുപോയത്? 3-ാമത്തെ പ്രാവശ്യം ഒരാൾ ജയിക്കുന്നു. എന്തുകൊണ്ടാണ് തോറ്റുപോയത്? ഒരാൾ പോലും ജയിച്ചില്ല. ജയിക്കാതിരിക്കാൻ കാരണം എന്ന് പറയുന്നത് ഈ ICS പരീക്ഷയിൽ ഇന്നത്തെ IAS പഴയ രൂപമോ ഈ ICS പരീക്ഷയിൽ സിലബസ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഹിസ്റ്ററിയും ബ്രിട്ടീഷ് ലിറ്ററേച്ചറും വേൾഡ് ഹിസ്റ്ററിയൊക്കെയാണ്. ഇത് വല്ലതും ഇന്ത്യക്കാരനറിയാവോ? ഇന്ത്യക്കാരനറിയില്ല. അവൻ വേദവും ഇതിഹാസമൊക്കെ പഠിച്ച് അമരകോശമൊക്കെ പഠിച്ചിരിക്കുക. അവൻ എത്ര പ്രാവശ്യം എഴുതിയാലും ജയിക്കില്ല. ഇതതിൻ്റെ പ്രശ്നം. രണ്ടാമതൊരു കാര്യം, 40 മാർക്ക് വേണമായിരുന്നു ജയിക്കാൻ. 2 പ്രാവശ്യം എഴുതിയിട്ടും ആരും ജയിക്കാതെ പോകുന്നത് 35 ആക്കിയതിന് ശേഷമാണ് ഇന്ത്യയിൽ നിന്ന് ആദ്യമായൊരു ഇന്ത്യക്കാരൻ ICS പാസ്സായത്. അവരാണിപ്പോൾ ഈ മെറിറ്റിൻ്റെ കാര്യം പറഞ്ഞ ആൾക്കാരെ വരട്ടുന്നതെന്ന് ഓർക്കണം. അപ്പോൾ ഈ മെറിറ്റ്ലെസ് എന്ന് പറയുന്നത് ഒന്ന് നമ്മൾ പഠിക്കുന്നത്, ഒന്ന് നമ്മുടെ സാഹചര്യം, ഇതെല്ലാം കൂടിയായിട്ടാണ് വരുന്നത്. ഈ റോബിൻ ജെഫ്രിയുടെ പുസ്തകത്തിൽ പറയുന്ന ഒരു കഥ, കേരളത്തിലെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നായന്മാർ, പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞ നായന്മാർ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ദേശസ്ഥ ബ്രാഹ്മണൻ വെല്ലുവിളിച്ചൊരു കഥ റോബിൻ ജെഫ്രി പറയുന്നുണ്ട്. നായന്മാരും ഇവിടെ കിടന്ന് ബഹളമൊന്നും ഉണ്ടാക്കണ്ട, നിങ്ങൾ ചെന്നൈയിൽ പോയി, മദ്രാസിൽ പോയി ഒരാൾ BA ജയിച്ചു വന്നാൽ ഞാൻ എൻ്റെ മീശ എടുത്ത് തരാമെന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ യു ആർ നോട്ട് മെറിറ്റോറിയസ് എന്നാണ് ഈ പറയുന്നത്. നിങ്ങൾ മെറിറ്റോറിയസ് അല്ലെന്നാണ് പറഞ്ഞത്. അവരാണിപ്പോൾ പട്ടികക്കാരുടെ മുഖത്ത് നോക്കി നീ മെറിറ്റോറിയസ് ആണോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇത് വളരെ കൃത്യമായ ഹിസ്റ്ററി ഇതിനകത്തുണ്ട്. അത് സാമൂഹികമായി നിർമ്മിക്കപ്പെട്ടതും ചരിത്രപരമായി രൂപപ്പെട്ടു വരുന്നതുമായ വിജ്ഞാനത്തിൻ്റെയും സാഹചര്യങ്ങളുടെയും അകത്താണ് മെറിറ്റ് എന്ന് പറയുന്നൊരു കാര്യം കയറുന്നത്. അവിടെയാണ് ഈ പറയുന്ന ഇത്തരം സാഹചര്യങ്ങളൊന്നുമില്ലാത്ത എന്നാൽ പഠിച്ച് മുന്നോട്ട് വരുന്ന കുട്ടികൾക്ക് ഈ 2 മാർക്കിൻ്റെ ഇളവ് 3 മാർക്കിൻ്റെ ഇളവ് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ സംഭവിക്കുന്നൊരു കാര്യം മാത്രമാണ്. അത് ഈ പറഞ്ഞ വലിയ കൊടിയ അനീതി നടക്കുന്നു. എൻ്റെ മകൾക്ക് 85 മാർക്കുണ്ടായിരുന്നു, മറ്റേ മകൾക്ക് 75 ഉണ്ടായിരുന്നു, ആ കുട്ടി കിട്ടി, എനിക്ക് കിട്ടിയില്ല, വലിയ അനീതിയായിപ്പോയി എന്ന് പറയുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഈ മെറിറ്റ് എന്ന് പറയുന്നൊരു കാര്യം ഈ തരത്തിൽ സാമൂഹികമായി നിർമ്മിക്കപ്പെട്ടിരുന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് സംവരണം എന്നത് വളരെ വ്യക്തമായും ഇന്ത്യൻ ഭരണഘടനയിലേക്ക് വരുന്നത് നീതി ഉറപ്പിക്കുക എന്നതുകൊണ്ടാണ്. നീതി ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ 2 വകുപ്പുകളാണ് ഈ റിസർവേഷനെ കുറിച്ച് പറയുന്നത്. അത് പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഒന്ന്, ഏതെങ്കിലും സമൂഹം സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിന്നാൽ അവർക്ക് സംവരണം കൊടുക്കാം. സാമൂഹികമായും വിദ്യാഭ്യാസപരം, സാമ്പത്തികം എന്നൊരു വാക്കില്ല അതിനകത്ത്. എന്തുകൊണ്ടായിരിക്കാം സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പിന്നോക്കാവസ്ഥ എന്ന് പറയുന്നത്? അതിനൊരു കാരണമാണ്. ഇന്ത്യക്കകത്ത് നടക്കുന്ന സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ്റെ പ്രധാനപ്പെട്ട സോഴ്സ് കാസ്റ്റാണ്, ജാതിയാണ്. ഇന്ത്യയിൽ സമ്പത്തില്ല എന്നതുകൊണ്ട് മാത്രം ആരും സാമൂഹികമായി ബഹിഷ്കരിക്കപ്പെടുകയോ സാമൂഹികമായി അപമാനിക്കപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുന്നില്ല. അവസര നഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ടാവും. തീർച്ചയായും സമ്പത്തില്ലാത്തത് കൊണ്ട് അവസര നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതിനപ്പുറം സാമൂഹികമായൊരു ബഹിഷ്കരണത്തെ അവർ നേരിടുന്നില്ല. എന്നാൽ കാസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം, ഈ പറഞ്ഞ അൺടച്ചബിൾ കാസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ വിദ്യാഭ്യാസപരമായ ഉന്നതിയിലായാലും സാമ്പത്തികമായ ഉന്നതിയിലായാലും ഏത് നിമിഷവും ഒരു സോഷ്യൽ ഡിസ്ക്രിമിനേഷനെ അവന് നേരിടേണ്ടി വന്നേക്കാം. ഇപ്പോൾ ഡോക്ടർ BR അംബേദ്കർ ആധുനിക മനുഷ്യന് വേണ്ട എല്ലാ യോഗ്യതയും ഉണ്ടായിരുന്ന ഒരാളാണ്. ഉന്നത വിദ്യാഭ്യാസം, ഏറ്റവും മോഡേണായ ഡ്രസ് കോഡ്, വലിയ വിജ്ഞാനം, സ്മാർട്ടായിട്ടുള്ള അപ്പിയറൻസ്. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കുറവ്? ഈ നഗരത്തിലൂടെ ഒരു മുറി കിട്ടാൻ വേണ്ടി ആ മനുഷ്യൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക. യൂറോപ്പിൽ പോയി വിദ്യാഭ്യാസം ചെയ്ത് തിരിച്ചു വന്നിട്ട് സ്വന്തം ഓഫീസിൽ ചെല്ലുമ്പോൾ പള്ളിക്കൂടത്തിൽ പോലും പോകാത്ത സവർണൻ അയാൾക്ക് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിലേക്ക് ഫയൽ എറിഞ്ഞു കൊടുക്കുക. എന്തായിരിക്കും ആ വികാരം? മനുഷ്യനിങ്ങനെ നിർമ്മിക്കുന്ന വികാരം എന്താണ്? അയാൾ ഇത്രയും വിദ്യാഭ്യാസം ചെയ്ത ഒരാൾ, അദ്ദേഹത്തോട് ഒരു മാന്യത കാണിച്ചേക്കാം എന്നെന്തുകൊണ്ടാണ് തോന്നാത്തത്? ഈ സോഷ്യൽ മൊറാലിറ്റിക്കകത്ത് നിന്നുകൊണ്ട് നമ്മൾ സംവരണത്തെക്കുറിച്ച് ആലോചിച്ചാൽ നമ്മൾ എല്ലാ കാലത്തും സംവരണ വിരുദ്ധരായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മുടെ ഈ സോഷ്യൽ മൊറാലിറ്റിയാണ് നമ്മുടെ മാനദണ്ഡമെങ്കിൽ, അപ്പോൾ ഈ പറയുന്ന ഇന്ത്യക്കകത്ത് വിവേചനത്തിൻ്റെ പ്രധാനപ്പെട്ട സോഴ്സ്
എന്ന് പറഞ്ഞ കാസ്റ്റാണെന്നുള്ള ബോധ്യം കൊണ്ടാണ് ഈ സാമൂഹ്യവും വിദ്യാഭ്യാസപരവുമായ പിന്നോക്കാവസ്ഥ എന്ന് പറയുന്നത്. അതിനെ ടെക്നിക്കലി ഈ സാമൂഹികമായ സമ്പത്തില്ലെങ്കിൽ സാമൂഹികമായും പിന്നോക്കാവസ്ഥ ഉണ്ടാവുമെന്നാണ് വേറൊരു വാദം ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്. സമ്പത്തില്ലാത്തത് കൊണ്ട് ഒരു സാമൂഹ്യ പിന്നോക്കാവസ്ഥ ഉണ്ടാവില്ല. സാമൂഹ്യ പിന്നോക്കാവസ്ഥ എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യമാണ്, സമ്പത്തുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. സാമൂഹ്യ പിന്നോക്കാവസ്ഥ വേറൊരു സംഗതിയാണ്. സമ്പത്തുണ്ടെങ്കിലും പരിഹരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് സാമൂഹികമായ പിന്നോക്കാവസ്ഥ എന്ന് പറയുന്നൊരു സംഗതി. അതുകൊണ്ട് രണ്ടാമത് പറയുന്നൊരു കാര്യം, ഏതെങ്കിലും സ്ഥലത്ത് ഏതെങ്കിലും വിഭാഗത്തിന് മതിയായ പ്രാതിനിധ്യമില്ലെങ്കിൽ അവർക്ക് സംവരണം പോലുള്ള വ്യവസ്ഥ ഏർപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇത് റീസണബിളായ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. സംവരണം എന്തുകൊണ്ട് നടപ്പിലാക്കണമെന്ന് ഇന്ത്യൻ ഭരണഘടന പറയുന്നതിൽ കൃത്യമായ റീസണുണ്ട്. അതിലൊന്ന്, സാമൂഹ്യമായി ബഹിഷ്കരിക്കപ്പെടുന്നുണ്ടോ എന്ന് നോക്കണം, പിന്നോക്കരാണോ എന്ന് നോക്കണം. രണ്ട്, മതിയായ പ്രാതിനിധ്യം കിട്ടിയോ എന്ന് നോക്കണം. ഈ രണ്ട് വ്യവസ്ഥകൾ വെച്ചിട്ടാണ് യഥാർത്ഥത്തിൽ സംവരണം കൊടുക്കേണ്ടതുണ്ട് എന്ന് ഇന്ത്യൻ ഭരണഘടന ഒരു നിഗമനത്തിലെത്തുന്നത്. ഇങ്ങനെ ഈ പ്രത്യേകമായൊരു അവകാശം, ഈ സംവരണം പോലെ പ്രത്യേകമായൊരു അവകാശം കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ തന്നെ ഒരു വികസിതമായ ഒരു രൂപമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട തർക്കങ്ങളിലൊന്ന് ഗ്രൂപ്പുകൾക്ക് അവകാശം കൊടുക്കാൻ കഴിയുമോ എന്നതായിരുന്നു. വ്യക്തികൾക്കെന്ന പോലെ വിഭാഗങ്ങൾക്ക് അവകാശം കൊടുക്കാൻ കഴിയുമോ എന്ന ഒരു തർക്കം കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഉണ്ടാവുകയും ആ തർക്കത്തിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എത്തിച്ചേർന്ന ഒരു നിഗമനം, പൗരന്മാരെ പോലെ തന്നെ ഒഴിവാക്കപ്പെട്ട, ബഹിഷ്കരിക്കപ്പെട്ട, മാറ്റി നിർത്തപ്പെട്ട വിഭാഗങ്ങൾക്ക് സവിശേഷമായ അവകാശം കൊടുക്കുവാൻ സ്റ്റേറ്റ് ബാധ്യസ്ഥമാണ് എന്നുള്ളൊരു നിഗമനത്തിലാണ് എത്തിച്ചേർന്നത്. വ്യക്തികൾക്ക് ഉള്ള അവകാശം പോലെ തന്നെയാണ് ഈ വിഭാഗങ്ങൾക്കുള്ള അവകാശം. ഈ ഒരു ദർശനത്തിൻ്റെ, അതായത് വ്യക്തികൾക്ക്, ഈ ഡെമോക്രസി എന്ന് പറയുന്നത് വ്യക്തികളുടെ, സിവിൽ സമൂഹത്തിലെ വ്യക്തികളെ അടിസ്ഥാനമാക്കിയ ഒരു ഭരണ സംവിധാനമായിട്ടാണ് യൂറോപ്യൻ ലിബറൽ ഡെമോക്രസിയുടെ സിദ്ധാന്തം ഡെമോക്രസിയെ മനസ്സിലാക്കിയിട്ടുള്ളത്. അവിടെ വ്യക്തിയാണ് പ്രധാനം. ഗ്രൂപ്പ് എന്ന് പറയുന്ന സംഗതി അത്ര പ്രധാനമല്ല. വ്യക്തിയാണ് യൂണിറ്റ് ആയിരിക്കുകയും പ്രധാനമായിരിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഇന്ത്യ പോലൊരു സ്ഥലത്തേക്ക് വരുമ്പോൾ വ്യക്തിയെ മാത്രം നമുക്ക് യൂണിറ്റായി എടുക്കാൻ കഴിയില്ലെന്നും മറിച്ച് വ്യക്തിയെപ്പോലെ തന്നെ പരിഗണിക്കപ്പെടേണ്ടതാണ് വിഭാഗങ്ങൾ എന്ന സങ്കല്പം യൂറോപ്യൻ ലിബറൽ ഡെമോക്രസിയുടെ സിദ്ധാന്തത്തിൽ നിന്നുള്ള ഒരു വിടുതലായി, മാറ്റമായി, ഒരു ഡെവലപ്മെൻ്റ് ആയിട്ട് നമ്മൾ ഇതിനെ കാണേണ്ടത്. അതുകൊണ്ട് ഗ്രൂപ്പ് റൈറ്റ് എന്ന് പറയുന്നത് ജനാധിപത്യത്തിനെതിരായ കാര്യമല്ലെന്നും ഇന്ത്യ പോലൊരു സ്ഥലത്ത് ജനാധിപത്യത്തെ കൂടുതൽ മുന്നോട്ടെടുക്കുന്ന ഒരു തിയറിറ്റിക്കലായി തന്നെ, ദാർശനികമായി തന്നെ മുന്നോട്ടെടുക്കുന്ന, ജനാധിപത്യത്തിൻ്റെ തത്വചിന്തയെ തന്നെ മുന്നോട്ടെടുക്കുന്ന ഒരു കാര്യമാണ്. ഗ്രൂപ്പ് റൈറ്റ് അസർട്ട് ചെയ്യപ്പെടേണ്ടതുണ്ട്. അങ്ങനെ അസർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് സംവരണം മാത്രമല്ല, ന്യൂനപക്ഷ അവകാശങ്ങൾ, സ്ത്രീകളുടെ അവകാശങ്ങൾ, ആദിവാസികളുടെ പ്രത്യേക അവകാശങ്ങൾ തുടങ്ങി നിരവധിയായ സവിശേഷ അവകാശങ്ങളുടെ ഒരു സമാഹാരം കൂടിയായി ഇന്ത്യൻ ഭരണഘടന മാറുന്നുണ്ട്. അങ്ങനെ ഈ വ്യത്യസ്തമായ അവകാശങ്ങളുടെ ഒരു സമാഹാരമായി മാറിയത് കൊണ്ടാണ് ഇപ്പോഴും ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായി നിലകൊള്ളുന്നത് എന്നതാണ് എൻ്റെ യാഥാർത്ഥ്യം. ഈ പറയുന്ന പ്രത്യേകമായ അവകാശങ്ങളില്ലായിരുന്നു എങ്കിൽ ദളിതർക്ക്, സ്ത്രീകൾക്ക്, കുട്ടികൾക്ക്, ന്യൂനപക്ഷങ്ങൾക്ക് ഒക്കെയുള്ള പ്രത്യേകമായ അവകാശങ്ങളില്ലായിരുന്നു എങ്കിൽ ഇന്ത്യ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇപ്പോൾ ഇവിടെ നടമാടുന്ന ഈ ഹിന്ദുത്വ സമഗ്രാധിപത്യത്തിലേക്ക് വർഷങ്ങൾക്ക് മുൻപേ വഴുതി വീറുമായിരുന്നു എന്നകത്ത് യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് സംവരണമെന്നത് ഏതെങ്കിലും വിഭാഗങ്ങൾക്ക് കൊടുക്കുന്ന അധിക സപ്പോർട്ടല്ല, മറിച്ച് ഇന്ത്യയിൽ ജനാധിപത്യം എന്ന തത്വം, സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്ന ഇതിൽ അധിഷ്ഠിതമായ ജനാധിപത്യം എന്ന തത്വം ഇന്ത്യയിൽ പ്രവർത്തനക്ഷമമാകണമെങ്കിൽ വളരെ ബോധപൂർവമായി തന്നെ നീതിയെ ഉറപ്പിക്കുന്ന ഒരു സംവിധാനം ഇന്ത്യയിൽ ഉണ്ടായേ പറ്റൂ എന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഗതി. അതായത് ഗ്രൂപ്പ് റൈറ്റ്, വ്യത്യസ്ത വിഭാഗങ്ങളുടെ അവകാശം എന്ന് പറയുന്ന ഒരു സംഗതി. ഇതിലെ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഈ സ്വതന്ത്ര വ്യക്തി എന്ന് പറഞ്ഞ് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇന്ത്യക്കകത്ത് സ്വതന്ത്ര വ്യക്തികൾ,
ഞാൻ വെറും ഒരു വ്യക്തിയാണ്, എനിക്ക് ജാതിയോ മതമോ ഒന്നുമില്ല, അതുകൊണ്ട് എനിക്ക് സംവരണവും വേണ്ട, സംവരണത്തെക്കുറിച്ച് എനിക്ക് കേൾക്കുകയും വേണ്ട, ഞാൻ എൻ്റെ കഴിവ് കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ്, സ്വതന്ത്ര വ്യക്തിയാണ് എന്നൊക്കെ പറയുന്നവർ ഈ വ്യക്തി സ്വതന്ത്ര വ്യക്തി എങ്ങനെയാണ് ചരിത്രത്തിൽ രൂപപ്പെട്ടു വന്നത് എന്നതിനെ സംബന്ധിച്ച് കൂടി നമ്മൾ ഒരു ആലോചന നടത്തേണ്ടതുണ്ട്. യൂറോപ്പാണ് സ്വതന്ത്ര വ്യക്തിയെ കേന്ദ്രീകരിച്ച ലിബറൽ ഡെമോക്രസിയുടെ സിദ്ധാന്തത്തെ മുന്നോട്ട് വെച്ചത്. അപ്പോൾ യൂറോപ്പിൽ ഈ നവോത്ഥാനം ജ്ഞാനോദയം രൂപം കൊള്ളുന്നൊരു ഘട്ടത്തിൽ വളരെ വലിയ കുതിച്ചുചാട്ടങ്ങളാണ് നടത്തുന്നത്. തത്വചിന്തയിൽ, ലിറ്ററേച്ചറിൽ, സയൻസിൽ, നാവിഗേഷനിൽ, ജിയോഗ്രഫിയിൽ, ഏത് മേഖല എടുത്താൽ എല്ലാ മേഖലയിലും വളരെ വലിയ കുതിച്ചുചാട്ടത്തിനാണ് യൂറോപ്പ് സാക്ഷ്യം വഹിച്ചത്. അതിൻ്റെ ഭാഗമായി ജ്ഞാനോദയവും നവോത്ഥാനവും ഒക്കെ യൂറോപ്പിൽ സംഭവിക്കുന്നു. പുതിയ സംഗതികൾ, ശാസ്ത്രത്തിലെ വലിയ കുതിച്ചുചാട്ടങ്ങൾ, തത്വചിന്തയിലെ വലിയ മാറ്റങ്ങൾ. തത്വചിന്തയിലൊക്കെ ഈ പറയുന്ന മെറ്റാഫിസിക്സിൽ അലിഞ്ഞു തിരിഞ്ഞ് നടന്ന മധ്യകാല യൂറോപ്പിലെ തത്വചിന്തയിൽ നിന്നും ദൈവത്തിൻ്റെയും ആത്മാവിൻ്റെയും കാര്യങ്ങൾ ആലോചിച്ച് നടന്ന തത്വചിന്തയെ മനുഷ്യകേന്ദ്രീകൃതമായ തത്വചിന്തയാക്കി മാറ്റുന്നത് ഈ ജ്ഞാനോദയ ഘട്ടത്തിലാണ്. അങ്ങനെ ജ്ഞാനോദയ ഘട്ടം എന്ന് പറഞ്ഞ യൂറോപ്പിൽ വളരെ വലിയ മാറ്റം, അടിസ്ഥാനപരമായ സങ്കല്പനങ്ങളിൽ വലിയ പരിവർത്തനങ്ങൾ വരുന്നുണ്ട്. ഇന്ത്യൻ നവോത്ഥാനത്തിൽ എന്ത് കുതിച്ചുചാട്ടമുള്ളത്? ഇന്ത്യൻ തത്വചിന്തയിൽ എന്ത് കുതിച്ചുചാട്ടമുള്ളത്? ഇന്ത്യയിലെ ശാസ്ത്രത്തിൽ എന്ത് കുതിച്ചുചാട്ടം ഉണ്ടായത്? നമ്മൾ ആലോചിക്കണം. ഒന്നുമില്ല. ഇതൊക്കെ നമ്മൾ വെറുതെ തെറ്റിദ്ധാരണയാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നവോത്ഥാനമെന്ന് നമ്മൾ വിളിക്കുന്ന ആധുനികവൽക്കരണം എന്ന് വിളിക്കാവുന്ന, മോഡേണൈസേഷൻ എന്ന് വിളിക്കാവുന്ന ഒരു പ്രക്രിയയാണ് ഇന്ത്യയിൽ നടന്നത്. അതിൻ്റെ കാരണം കൊളോണിയൽ ഭരണമാണ്. ഒരു സംശയമില്ലാത്ത കാര്യം. കൊളോണിയൽ ഭരണം ഇന്ത്യൻ സമൂഹത്തിലുണ്ടാക്കിയ അഗാധമായ പിളർപ്പുകളാണ്, വിള്ളലുകളാണ് പുതിയ മനുഷ്യസങ്കല്പത്തെ ഇന്ത്യയിൽ സാധ്യമാക്കിയെന്ന് നമ്മൾ അറിയണം. അതുകൊണ്ട് ഇന്ത്യയിലെ ഈ സ്വതന്ത്ര പൗരന്മാരിൽ എനിക്ക് സംശയമുള്ളത് അവർ മാർക്കഡ് ആയിട്ടുള്ള വ്യക്തികളാണ്. ആ കാസ്റ്റ് കൊണ്ടും മഹിമ കൊണ്ടും പാരമ്പര്യം കൊണ്ടും മാർക്കഡായ വ്യക്തികളാണ്. ആ മാർക്കിനെ അവർ മറച്ചു വെച്ചിട്ട് ഞാൻ കേവലം സ്വതന്ത്ര വ്യക്തിയാണ്, സ്വതന്ത്ര പൗരനാണ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചരിത്രത്തോട് യോജിക്കുന്നൊരു കാര്യമല്ല. ഒരു കാര്യം കൂടി ഈ കൂടെ നമ്മൾ അറിയണം. യൂറോപ്പിൽ നവോത്ഥാനം ഉണ്ടാകുമ്പോൾ യൂറോപ്പിലെ മനുഷ്യർക്ക് വലിയ ഒരു അഭിമാനബോധമുണ്ടായിരുന്നു. അത് പേപ്പസിക്ക് മുമ്പ് ഗ്രീക്കോ റോമൻ പാരമ്പര്യത്തെ സംബന്ധിച്ച സങ്കല്പമായിരുന്നു. അവിടെ പ്ലേറ്റോ ഉണ്ട്, അരിസ്റ്റോട്ടിലുണ്ട്, സോക്രട്ടീസ് ഉണ്ട്, അതുപോലെ വലിയ നാടകക്കാരുണ്ട്, വലിയ പൊളിറ്റിക്കൽ തിങ്കേഴ്സ് ഉണ്ട്. അങ്ങനെ വളരെ വലിയൊരു പാരമ്പര്യം യൂറോപ്പിനുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. ഇന്ത്യക്ക് എന്ത് പാരമ്പര്യമുള്ളത്? ഈ പറഞ്ഞ വൈദിക പാരമ്പര്യത്തിൽ എന്താണ് ഇന്ത്യക്ക് അഭിമാനിക്കാനായിട്ടുള്ളത്? വൈദിക പാരമ്പര്യത്തിന് വെളിയിൽ ചില കാര്യങ്ങൾ വേണേൽ കണ്ടേക്കാം. പക്ഷെ വൈദിക പാരമ്പര്യത്തിൽ ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാവുന്ന ഒരു പൂർവ്വ സംഗതി ഇല്ല. അതുകൊണ്ട് നമ്മൾ യൂറോപ്പിൽ നടന്നതുപോലെ ഒരു നവോത്ഥാനം ഇന്ത്യയിൽ നടന്നെന്നും ഇന്ത്യയിൽ എന്തോ സ്വതന്ത്ര വ്യക്തികൾ ഇതാ രൂപപ്പെട്ടു വന്നിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് ചരിത്രത്തിൽ ഇനിയും പരിശോധിക്കപ്പെടേണ്ടതും ഡിബേറ്റബിളായ കാര്യമാണെന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്കെന്തായാലും ആ കാര്യത്തിൽ സംശയമുള്ള ഒരാളാണ്. ഇപ്പം ഇന്ത്യയിൽ ഈ സ്വതന്ത്ര വ്യക്തികളുടെ കാര്യത്തിൽ അവരത്രമാത്രം സ്വതന്ത്രരൊന്നും അല്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അവർക്ക് കിട്ടുന്ന അധിക പ്രിവിലേജ് പോലും അറിയാതെ അധിക പ്രിവിലേജ് കിട്ടുന്നുണ്ട്. അതാണ് കാര്യം. ഈ അധിക പ്രിവിലേജിനെ കുറിച്ച് അറിയാതെയാണ് നമ്മൾ അവർ സ്വതന്ത്ര വ്യക്തികളാണെന്ന് തെറ്റിദ്ധരിക്കുന്നത്. കീഴ്ത്തട്ടിൽ നിന്നൊരിക്കലും ഒരു സ്വതന്ത്ര വ്യക്തി ഉണ്ടാവില്ല. ഇന്ത്യയിലെ സ്വതന്ത്ര വ്യക്തികളുടെ ഒരു പ്രത്യേകത അത് മേൽത്തട്ടിൽ നിന്ന് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ഈ പറഞ്ഞ കാസ്റ്റ് ഹൈറാർക്കിയുടെ മേൽത്തട്ടിൽ നിന്ന് മാത്രമേ സ്വതന്ത്ര വ്യക്തി ഉണ്ടാവൂ. കീഴ്ത്തട്ടിൽ നിന്ന് ഒരിക്കൽ പോലും സ്വതന്ത്ര വ്യക്തിക്ക് രൂപപ്പെടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്കത് പറ്റുമെന്ന് പറയുന്നതിൽ എനിക്ക് സംശയമുണ്ട്. ദേ ആർ നോട്ട് എ കാസ്റ്റ്ലെസ് പീപ്പിൾ, ദേ ആർ മാർക്ക്ഡ് എന്നാണ് ഞാൻ പറഞ്ഞത്. അവർ മാർക്കഡാണ്. ജാതിയാൽ, മതത്താൽ, പാരമ്പര്യത്താൽ മാർക്കഡായ വ്യക്തികളാണ്. അവരത്രമാത്രം സ്വതന്ത്രരൊന്നും അല്ല എന്നുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഈ നിലക്ക് സംവരണം ഈ തത്വത്തിൽ അധിഷ്ഠിതമായി പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞ 70 വർഷമായി നടപ്പിലാക്കുന്നത്. ഇവിടെ നമുക്ക് ഞാൻ എൻ്റെ കൺക്ലൂഷൻ എത്തുകയാണ്. 2 കാര്യങ്ങൾ. ഒന്ന്, ഈ പറയുന്ന സംവരണത്തിൻ്റെ ലക്ഷ്യം അവിടെ തന്നെ പറയുന്നുണ്ടായിരുന്നു. ലക്ഷ്യം ഭരണഘടനയിൽ തന്നെ പറയുന്നുണ്ട്. സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾ, ഈ സാമൂഹികമായ പിന്നോക്കാവസ്ഥ, സാമൂഹികമായ ബഹിഷ്കരണം, സാമൂഹികമായ അതിക്രമങ്ങൾ ഇന്ത്യയിൽ അവസാനിച്ചിട്ടുണ്ടോ എന്ന് പോട്ടെ, കുറഞ്ഞിട്ടുണ്ടോ തോതിൽ?
ഇത് പരിശോധിക്കുമ്പോൾ ഇല്ല എന്നാണ് സത്യസന്ധരായ ആർക്കും പറയാവുന്നൊരു ഉത്തരം. ഇല്ല എന്നേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോഴും അനുസ്യൂതം ഈ അതിക്രമങ്ങൾ നടന്നു വരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിക്രമങ്ങൾ നടന്നു വരുന്നു എന്നത് മാത്രമല്ല, ഈ സംവരണത്തിലൂടെ ഈ അധികാര പദവിയിലേക്ക് എത്തുന്ന മനുഷ്യർ, കലാലയങ്ങളിൽ എത്തുന്ന മനുഷ്യർ, ഉദ്യോഗങ്ങളിൽ എത്തുന്ന മനുഷ്യർ നേരിടുന്ന പുതിയ അട്രോസിറ്റീസ് ഉണ്ട്. പുതിയ അട്രോസിറ്റീസ് പണ്ട് ശീലമില്ലാത്ത, പണ്ട് അവരിത്രയും വലിയ ഓഫീസിലൊന്നും വന്നിട്ടില്ല, അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അന്ന് നോക്കിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ചെയ്യാൻ അറിയാതെ അത് വളരെ ആസൂത്രിതമായി ദളിത് ഈ പിന്നോക്ക വിദ്യാർത്ഥികൾ വളരെ ആസൂത്രിതമായി യൂണിവേഴ്സിറ്റികളിൽ നിന്ന് എങ്ങനെയാണ് എക്സ്പെല്ല് ചെയ്യുന്നതെന്ന് എനിക്ക് നിങ്ങളോട് പറയേണ്ടതില്ല, പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിന് നിരവധിയായ തെളിവുകളുണ്ട്. ഔദ്യോഗിക മേഖലകളിലും ഇതേ കാര്യം തന്നെയാണ്. ഒരു ഓഫീസിലെ പ്യൂണായിട്ട് ഒരു ദളിതൻ ചെന്ന് അൺടച്ചബിൾ കാസ്റ്റ് ചെയ്യുന്ന അവന് പ്രശ്നം ഉണ്ടാവില്ല. കാരണം അത് അവൻ്റെ ജോലിയാണെന്ന് എല്ലാവർക്കും സമ്മതമായതുകൊണ്ട് അവനെ ആർക്കും ഇഷ്ടക്കേടുമില്ല, പ്രശ്നമില്ല. പക്ഷേ ഓഫീസിൻ്റെ മേലധികാരിയായിട്ട് ചെന്നാലാണ് പ്രോബ്ലം ആരംഭിക്കുക. ഇങ്ങനെ ഈ പുതിയ മേഖലയിലേക്ക് പ്രവേശിക്കുന്നവർ പുതിയ പ്രശ്നങ്ങളാണ് നേരിടുന്നത്. ഈ നിലയ്ക്ക് ഈ ഡിസ്ക്രിമിനേഷൻ വേറെ രൂപത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഡിസ്ക്രിമിനേഷൻ എങ്ങനെ എപ്പോഴവസാനിക്കുന്നു ഇതിനൊരു പൂർണ്ണമായ റെമഡിയായിട്ടല്ല സംവരണത്തെ ഭാവന ചെയ്തിരിക്കുന്നത്. ഇതെല്ലാ പ്രശ്നവും പരിഹരിക്കാനായിട്ടുള്ള റെമഡിയായിട്ടല്ല, മറിച്ച് സാധ്യമായ പോസിബിൾ റെമഡി എന്ന നിലക്കാണ്. ഒരു ജനാധിപത്യ ഭരണകൂടത്തിന് ചെയ്യാവുന്ന സാധ്യമായ റെമഡി അത്രയേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അല്ലാതെ ഇതിലൂടെ എല്ലാ പ്രശ്നവും പരിഹരിക്കുമെന്ന് ഒരിക്കലും ഇത് ചെയ്തിട്ടില്ല. പക്ഷേ നമ്മൾ അറിയേണ്ട ഒരു മതിയായ പ്രാതിനിധ്യം ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്നത് വളരെ വ്യക്തമാണ്. ഏത് മേഖല എടുത്താലും നമുക്കതറിയാം, മതിയായ പ്രാതിനിധ്യം ഇപ്പോഴും ലഭ്യമല്ല, കിട്ടുന്നില്ല എന്ന കാര്യം അറിയാവുന്നത്. ഈ രണ്ട് മാനദണ്ഡങ്ങളും ഇപ്പോഴും പൂർത്തീകരിക്കപ്പെടാത്തത് കൊണ്ട് സംവരണം തുടരണമെന്ന് മാത്രമല്ല, അത് കമ്മ്യൂണിറ്റി വൈസായി തന്നെ തുടരേണ്ടതുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതെ, ഏറ്റവും അവസാനം വന്ന ഈ ബില്ലിൻ്റെ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സാമ്പത്തികമായി മുന്നോക്കക്കാരിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കാണ്, മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാരാണ്. ആ ടേം തന്നെ നമ്മളൊന്ന് പരിശോധിക്കേണ്ടത്. ഒരു വ്യക്തി ഒരേ സമയം തന്നെ മുന്നോക്കമാകുകയും അതേ സമയം തന്നെ പിന്നോക്കമായിരിക്കുകയും ചെയ്യുന്ന വിചിത്രമായൊരു ഒരു ടേമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്ത് കാര്യത്തിലാണ് ഇയാൾ മുന്നോക്കമായിരിക്കുന്നത്? മുന്നോക്കമായിരിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? അക്സെപ്റ്റബിൾ ആയിരിക്കുക എന്നാണ്. മുന്നോക്കമായിരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഫോർവേഡ് ആയിരിക്കുക എന്ന് പറഞ്ഞാൽ സോഷ്യലി അക്സെപ്റ്റഡ് ആണെന്ന് അതിൻ്റെ അർത്ഥം. എന്ത് കാര്യത്തിലാണ് ഇയാൾ അക്സെപ്റ്റഡ് ആയിരിക്കുന്നത്? എന്തൊക്കെയാണ് അയാളുടെ മുന്നോക്കത്തിൻ്റെ അടിസ്ഥാനം? സോഷ്യൽ ക്യാപിറ്റൽ. ഈ സോഷ്യൽ ക്യാപിറ്റൽ എവിടെ നിന്നാണ് പറഞ്ഞത്? ഫ്രം ഹിസ് കാസ്റ്റ്. അയാളുടെ ജാതി നിന്നായി സോഷ്യൽ ക്യാപിറ്റൽ വരുന്നത്, അല്ല അയാളുടെ കുടുംബത്തിൽ നിന്നാവും. അതും കാസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യം. 2, കൾച്ചറൽ ക്യാപിറ്റൽ. ആ കാര്യത്തിൽ മലയാളികൾ പൊതുവിൽ പറഞ്ഞ കാര്യം, ഞാനിപ്പോൾ ഇച്ചിരി ദരിദ്രനാണ്, ഞാനൊക്കെ വലിയ തറവാടിയായിരുന്നെന്ന് പറയും, ഇപ്പോഴും പറയും. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദിസ് തറവാട്? ജാതിയാണ്, വേറെ ഒന്നുമില്ല, ജാതിയായി പറയുന്നത്. ഞാൻ കാര്യം പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റൊക്കെയാണ്, പക്ഷെ വീട്ടിൽ ഞാൻ തറവാടിയാന്ന് പറയും. ഇത് നമ്മളെ പൊതുവിൽ പിടികൂടിയിരിക്കുന്നൊരു കാര്യം. ഇത് ജാതിയാന്ന് നമ്മൾ അറിയുന്നില്ല, നമ്മൾ വേറെ അന്തസ്സിൻ്റെ എന്തോ ചിഹ്നമായിട്ടാണ് തറവാടെന്നൊക്കെ പറയുന്നത്. പച്ചയ്ക്ക് ജാതിയാണ് ഈ പറയുന്നത്. കൾച്ചറൽ ക്യാപിറ്റൽ അതും അയാൾക്കുണ്ട്. സിംബോളിക് ക്യാപിറ്റൽ, ദരിദ്രനായ ഒരു ബ്രാഹ്മണനും അവൻ്റെ പൂണ് ഉലൂരി വെക്കുന്നില്ല. എന്നാൽ ഞാൻ ദരിദ്രനായി, ഞാൻ ഊരി വെച്ചേക്കാം, അവൻ വിചാരിക്കില്ല. എത്ര ദരിദ്രനായാലും അയാളത് ഇട്ടുകൊണ്ട് പറഞ്ഞു. ഒരു സിംബോളിക് ക്യാപിറ്റലാണ്, സിംബോളിക് ക്യാപിറ്റൽ. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു കാര്യം, ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പം തോളെ കൈ പിടിച്ച് നോക്കുന്നതാണ്. സുഹൃത്തുക്കളുടെ തോളയിൽ നമ്മളെ കാണുമ്പോൾ തോളെ പിടിച്ച്, അപ്പോൾ നമ്മൾ വിചാരിക്കും സ്നേഹം കൊണ്ടാണ്, അങ്ങനല്ല, ഇങ്ങനെ തപ്പി നോക്കുന്നതാണ് പൂണൂലുണ്ടോ. ഇങ്ങനെയൊക്കെയുള്ള വിചിത്ര മനുഷ്യരുള്ള സ്ഥലമാണ് ഇന്ത്യ. അല്ല, ഞാൻ പറഞ്ഞത് ഈ 3 കാര്യങ്ങളാണ് മുന്നോക്കമാണ്. പിന്നെ എന്തിനാണ് പിന്നോക്കം? പൈസ, സാമ്പത്തികം. ലോട്ടറി അടിച്ചാൽ തീരുന്ന കാര്യമുള്ളതെന്ന് അതിൻ്റെ അർത്ഥം. അയാൾക്കൊരു 5-10 ലക്ഷം രൂപ കൊണ്ട് കൊടുത്താൽ തീരുന്ന കാര്യമുള്ളൂ. ഇന്ത്യയുടെ സോഷ്യൽ ക്വസ്റ്റ്യൻ അതല്ല, അതിനേക്കാൾ സങ്കീർണമാണ്. ഇന്ത്യയിലെ ആദിവാസികൾക്ക് 100 ലോട്ടറി അടിച്ചാലും അവൻ്റെ പ്രശ്നം തീരില്ല. അവൻ്റെ അടുത്ത് പൈസ അവൻ വലിച്ചെറിഞ്ഞാലും അവൻ്റെ പ്രശ്നം തീരത്തില്ല.
അത് ഈ ദരിദ്രരായ ഈ മനുഷ്യൻ്റെ ഈ പിന്നോക്കാവസ്ഥ, ഇതിനെ പിന്നോക്കാവസ്ഥയായിട്ട് അടയാളപ്പെടുത്തുന്ന മനുഷ്യർ, അതിനെ പിന്തുണയ്ക്കുന്ന മനുഷ്യർ അവിടെ ചെന്ന് ഒരു ദളിതൻ, സമ്പന്നനായ ദളിതൻ അവിടെ ചെന്ന് ഈ ദരിദ്രരായ മുന്നോക്കക്കാരുടെ അടുത്ത് ചെന്ന് അവൻ്റെ മകളെ ഒന്ന് കെട്ടിച്ചു തരാമെന്ന് ചോദിക്കണം. അന്നേരം അറിയാം പിന്നോക്കാവസ്ഥ എന്താണ്, മുന്നോക്കാവസ്ഥ എന്താണ്, സമ്പത്ത് എന്താണ് എന്ന് അന്നേരം നമുക്ക് മനസ്സിലാവത്തുള്ളൂ. തരികയെന്ന് പറയും, തരില്ല എന്ന് തന്നെ പറയും. അയാൾ ഞാൻ ആത്മഹത്യ ചെയ്താലും തരില്ല എന്ന് പറയും. അതിൽ ഭേദം ആത്മഹത്യയാണെന്ന് അയാൾ വിചാരിക്കുന്നത്. അന്ന് ആ കോടീശ്വരനായി അവന് കെട്ടിച്ചു കൊടുത്തേക്കാം, എൻ്റെ മകൾ സുഖമായി ലണ്ടനിൽ പോയി താമസിച്ചോളൊന്നും പുള്ളി വിചാരിക്കുന്നില്ല. അതിൽ ഭേദം മരിക്കുന്നതാണെന്നാണ് പുള്ളി വിചാരിക്കത്തുള്ളൂ. ഇങ്ങനെയുള്ള ഒരു സംവിധാനത്താണ് അത് ഈ സാമ്പത്തിക സംവരണവാദം വരുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾക്കൊക്കെ അറിയാവുന്നൊരു കാര്യമാണ്, അതിലേക്ക് ഞങ്ങൾ കന്നില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ 46-ാം അനുച്ഛേദത്തിൽ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ വരുന്ന കാര്യമാണ് 46-ാം അനുച്ഛേദം. അതിൽ പറയുന്നൊരു കാര്യം, പട്ടികജാതി പട്ടികവർഗം ഉൾപ്പെടെയുള്ള വീക്കർ സെക്ഷൻ, ദുർബല വിഭാഗങ്ങളുടെ സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്ക് സ്റ്റേറ്റ് ശ്രമിക്കേണ്ടതാണ്. ഇതാ പറയുന്നത്. അത് വെച്ചിട്ടാണ് ഈ പുതിയ ബില്ല് വന്നത്. അപ്പം കേന്ദ്ര ഗവൺമെൻറ് പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ ഈ 46-ാം വകുപ്പ് ഒന്ന് നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ട്, അതായത് ദുർബല വിഭാഗങ്ങളുടെ സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ 15(4) വകുപ്പും 16(4) വകുപ്പും തടസ്സം നിൽക്കുന്നു. അവിടെയാണ് സാമ്പത്തിക പിന്നോക്കാവസ്ഥ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പിന്നോക്കാവസ്ഥയുടെ കൂടെ സാമ്പത്തിക പിന്നോക്കാവസ്ഥ കൊണ്ട് ചേർക്കണം. ഇതാണ് ബില്ലിലെ വ്യവസ്ഥ. അപ്പോൾ ദരിദ്രരാരാന്ന് ചോദിച്ചപ്പോൾ 8 ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ളത്. 8 ലക്ഷം എന്ന് പറഞ്ഞാൽ ഒരു മാസം 65,000 രൂപ എന്ന് ഓർക്കണം. സവർണരുടെ ദരിദ്രൻ എങ്ങനെയാണ് ഡെഫിനേഷൻ എങ്ങനെയാണ് ഇത് വരുന്നതെന്ന് നോക്കി. ആദിവാസിയിലെ ദരിദ്രനാണെങ്കിൽ 5,000 രൂപയ്ക്കുള്ള ഒരു വർഷം പാടില്ലെന്ന് നിഷ്കർഷിക്കുന്ന ഗവൺമെൻറ്റാണ് സവർണരുടെ ദരിദ്രനെ ഡിഫൈൻ ചെയ്യുമ്പോൾ 8 ലക്ഷം രൂപ. 5 ഏക്കർ ഭൂമിയാണ്. 5 ഏക്കർ ഭൂമി. നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നവർ മിക്കവാറും എല്ലാവരും മലയാളികളാണ്. കേരളത്തിൽ സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്കനുസരിച്ചിട്ട് 29,126 ദളിത് കോളനികളുണ്ട്. 3 സെൻറ്റ്, 1.5 സെൻറ്റ്, 1/2 സെൻറ്റിലാണ് താമസിക്കുന്നത്. അങ്ങനെയുള്ള രാജ്യത്താണ് ദരിദ്രന് കൈവശം വെക്കാവുന്ന ഭൂമിയുടെ അളവ് 5 ഏക്കർ. 1000 സ്ക്വയർ ഫീറ്റ് വീട്. കേരള ഗവൺമെൻറ് കേരളത്തിലെ ഭൂരഹിതർക്ക് ഫ്ലാറ്റ് പണിയുന്നുണ്ട്. എത്രയാണെന്നറിയാമോ വിസ്തീർണം? 300 സ്ക്വയർ ഫീറ്റാണ്. 300 സ്ക്വയർ ഫീറ്റ്. ഒരു കുടുംബത്തിൽ താമസിക്കാമെന്ന് ഓർക്കണം. അപ്പം ഈ പറയുന്ന സവർണൻ്റെ ദാരിദ്ര്യം പോലും പ്രിവിലേജ്ഡാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അതുപോലും പ്രിവിലേജ്ഡാണ്. അങ്ങനെ ഒരു മാനദണ്ഡം വെച്ച്, ഈ മാനദണ്ഡം വെച്ച് നോക്കിയാൽ മിക്കവാറും ഇന്ത്യയിലെ സവർണരിൽ ഒരു ചെറിയ ന്യൂനപക്ഷം ഒഴികെ, വലിയ മൾട്ടിനാഷണൽ കക്ഷികൾ ഒഴികെ ബാക്കി എല്ലാവരും ഈ പരിധി വരുന്നവരാ. ഇനി അഥവാ ഇതിനിപ്പോൾ ഒരു സവർണരെ ദരിദ്രർക്ക് കൊടുക്കാനാണ് തന്നെ ഈ ബില്ല് പാസ്സാകുന്നെങ്കിൽ, ഈ മാനദണ്ഡമാണ് നിൽക്കുന്നെങ്കിൽ, യഥാർത്ഥ ദരിദ്രന് ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതും ഉറപ്പ് തന്നെ. ഏതായാലും അത് പോട്ടെ, ബില്ല് അങ്ങനെയാണ്, ബില്ല് നിൽക്കില്ല എന്നാണ് ഭരണഘടനാ വിദഗ്ധർ പറയുന്നത്. കാരണം ഈ 46-ാം വകുപ്പിലെ വീക്കർ സെക്ഷനും 16(4) പറയുന്ന വീക്കർ സെക്ഷനും രണ്ടാണെന്നും അത് 2 ഉദ്ദേശത്തോടെയാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്നും അതിനെ രണ്ടിനെയും കൂട്ടിക്കുഴയ്ക്കുന്നത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്നും ഇന്ദിരാ സാഹ്നി കേസിൽ വളരെ വ്യക്തമായും പറയുന്നു. അപ്പോൾ അതുകൊണ്ട് ആ കേസ് കോടതിയിൽ പരാജയപ്പെടുമെന്നാണ് വക്കീലന്മാരുടെ അഭിപ്രായം. അതെന്തുകൊട്ടെ, പക്ഷേ അതിനോട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ബില്ല് ഇത്ര പെട്ടെന്ന് എങ്ങനെ പാസ്സായെന്നുള്ളതാണ്. 2 രാത്രികൾ. ഇന്ത്യൻ ഭരണഘടന തിരുത്താനെടുത്ത സമയമാണ് 2 രാത്രികൾ. ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾ 3 MP-മാർ മാത്രമാണ്. കേരളത്തിൽ നിന്നുള്ള IUML 2 MP-മാരും OIC അസ്രുദ്ദീൻ OIC മാത്രമാണ് അതിനെ എതിർത്തത്. ബാക്കി എല്ലാവരും നിശബ്ദരാവുകയോ അല്ലെങ്കിൽ അനുകൂലമായി വോട്ട് ചെയ്യുകയും. പിറ്റേ ദിവസം രാജ്യസഭ, അതിൻ്റെ 2-ാം ദിവസം രാഷ്ട്രപതി അത് വായിച്ചു നോക്കിയെന്ന് പോലും എടുത്ത് അങ്ങോട്ട് പോയതിനേക്കാൾ സ്പീഡിലാണ് ഒപ്പിട്ട് ബില്ല് തിരിച്ചു വന്നു. കാരണം അത് അവിടെ ഒരു ദിവസമൊക്കെ താമസിക്കുന്ന, ഒരു ദിവസം പോലും താമസിക്കും. അന്നേരം തന്നെ ഒപ്പിട്ട് കൊടുത്തു വന്ന് അത് ആക്റ്റാക്കി ഗസറ്റ് നോട്ടിഫിക്കേഷൻ വന്ന ആ നിമിഷം ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനങ്ങൾ നോട്ടിഫൈ ചെയ്തു. അന്ന് കണക്കെടുപ്പ് തുടങ്ങിയെന്ന് എവിടെയൊക്കെയാണ് സീറ്റ് ഒഴിവുള്ളത്,
ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൽ എത്ര സീറ്റുകൾ എന്ന് കൃത്യമായി നോട്ടിഫിക്കേഷൻ വരുന്നു. ശരവേഗത്തിലാണ് കാര്യങ്ങളാണ്. എന്താ ഇതിൻ്റെ അർത്ഥം? ഇന്ത്യയിലെ ബ്യൂറോക്രസി പരിപൂർണമായും സവർണ താല്പര്യങ്ങളാണ് കൊണ്ട് നടക്കുന്നത് മാത്രമേ അതിന് അർത്ഥമുള്ളൂ. സംവരണീയരായ 50% പേര് കൂടെ ഉണ്ടല്ലോ. അവരുടെ ഒരു കാര്യത്തിലും ശരവേഗം എന്നല്ല, ഒച്ചയിഴയുന്ന വേഗം പോലും ഇല്ലാത്ത ഇന്ത്യൻ സ്റ്റേറ്റാണ് 3 ദിവസം കൊണ്ട് ഡിക്ലറേഷൻ നടത്തി ആപ്ലിക്കേഷൻ ക്ഷണിച്ച് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല, കേരളത്തിൽ നടന്ന വിചിത്രമായൊരു കാര്യം, നമ്മുടെ സാമൂഹ്യക്ഷേമ വകുപ്പ് ഒരു സർക്കുലർ ഇറക്കി 3 ദിവസം മുമ്പാണ്. ആ സർക്കുലറിൽ ഈ 10% സംവരണം കൊടുക്കുമ്പോൾ മെറിറ്റ് അട്ടിമറിക്കപ്പെടാൻ പാടില്ല എന്നാണ് ഒരു നിർദ്ദേശം. മെറിറ്റ് ഇപ്പോഴത്തെ ഈ റൊട്ടേഷൻ സിസ്റ്റം അനുസരിച്ചിട്ട് PSC ഫോളോ ചെയ്യുന്ന 20 ഗ്രൂപ്പാക്കിയിട്ടാണ് 100 വേക്കൻസി കൊണ്ട് 20 എന്ന് പറഞ്ഞാൽ 5 ഗ്രൂപ്പാക്കിയിട്ടാണ് ഈ റൊട്ടേഷൻ നടപ്പിലാക്കുന്നത്. ഈ റൊട്ടേഷൻ നടപ്പിലാക്കുന്നതിലൂടെ ഈ സംവരണീയ വിഭാഗങ്ങളുടെ മെറിറ്റ് സാധ്യത ഇല്ലാതാകുന്നു എന്നുള്ളത് വർഷങ്ങളായി പറയുന്നൊരു കാര്യമാണ്. അന്നേരം ഇവരാരും അതിനൊരു മറുപടിയും പറഞ്ഞില്ല. ഈ 10% സംവരണം ഈ മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർക്ക് കൊടുക്കാനായിട്ടുള്ള അതിൻ്റെ ആലോചന വന്നപ്പോഴാണ് ഈ സംഭവം ഇവർക്കും ബാധകമായി വരും. അതായത് ഇവർക്ക് മെറിറ്റ് സീറ്റ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. സർക്കുലർ ഇറങ്ങി 3-ാം ദിവസം മെറിറ്റ് സീറ്റ് നഷ്ടപ്പെടാൻ പാടില്ല, പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ സംവരണത്തെക്കുറിച്ച് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ കൊടുക്കാനുള്ള അതോറിറ്റി ഇന്നതാണ്. ഈ കാര്യം ഓവറോൾ പരിശോധിക്കാൻ വേണ്ടി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും പ്രത്യേകമായ കമ്മിറ്റി. 50% സംവരണം ഉണ്ടായിട്ട് അവിടെ നാളിതുവരെ ഒരു കമ്മിറ്റി ഉണ്ടായിട്ടില്ല. ആരോടാണ് ഈ സംവരണത്തിൻ്റെ കാര്യം പറയേണ്ടതെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഈ റൊട്ടേഷൻ സിസ്റ്റത്തിലൂടെ മെറിറ്റ് സീറ്റ് നഷ്ടപ്പെടുമെന്നുള്ള വാദത്തിനൊരു മറുപടിയുമില്ല. പക്ഷേ വളരെ പെട്ടെന്ന് വളരെ ഊർജ്ജസ്വലമായി കാര്യങ്ങൾ നടക്കുന്നു. അപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു നിഗമനത്തിലെത്താം. ഉദ്യോഗസ്ഥന്മാർ അവരുടെ അലസത വിട്ട് ഊർജ്ജസ്വലമായി പ്രവൃത്തി ചെയ്തിട്ടും നിങ്ങൾ സമ്മതിക്കുന്നില്ല എന്ന് വേണം എന്നോട് ചോദിച്ചേക്കാം. ഇത്രയും നാൾ അവർ അലസരായിരുന്നു, അവർ ഇന്നലെ മൂലം ഊർജ്ജസ്വലരായി, അത് സമ്മതിച്ചാൽ പോരെ? നമ്മുടെ പൗരബോധം അങ്ങനെയൊക്കെയല്ലേ വേണ്ടത്? ഇത്തരം കൗശലത്തിലൂടെയാണ് കാസ്റ്റ് എപ്പോഴും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നൊരു കാര്യം, ചരിത്രപരമായ വസ്തുതകൾ പരിശോധിക്കുമ്പോഴും സമകാലീനമായിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ അവസ്ഥ പരിശോധിക്കുമ്പോഴും നമ്മുടെ ഭരണഘടനാ തത്വത്തിൻ്റെ ലക്ഷ്യങ്ങളെ പരിഗണിച്ചാലും സംവരണമെന്നത് നീതി ഉറപ്പാക്കുവാൻ വേണ്ടി നീതിരഹിതമായൊരു സമൂഹം കണ്ടുപിടിച്ച പ്രധാനപ്പെട്ട ഒരു സംവിധാനമെന്ന നിലയിൽ അത് തുടരേണ്ടതുണ്ട്. അതോടൊപ്പം അതിൻ്റെ മാനദണ്ഡം വളരെ വ്യക്തമായും ഇന്ത്യൻ സാമൂഹ്യ വിവേചനത്തിൻ്റെ അടിസ്ഥാനം ജാതി ആണ് എന്നതുകൊണ്ട് അതിൻ്റെ സംവരണത്തിൻ്റെ ഈ മാനദണ്ഡം ജാതി തന്നെ ആയിരിക്കണം, അത് തുടരേണ്ടതുണ്ട്. ഇതുകൊണ്ട് മാത്രം ഇന്ത്യയിലെ ദളിതരുടെയോ ഇന്ത്യയുടെയോ പ്രശ്നം പരിഹരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോഴും ഇതൊരു റെമഡിയായി നമ്മുടെ മുന്നിലുള്ളത് ഇത് മാത്രമാണ്. ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ സംവിധാനത്തെ നമ്മൾ വിട്ടുകളയാന്നാൽ ഇന്ത്യൻ ജനാധിപത്യത്തെ തന്നെ അപകടപ്പെടുത്തുന്ന ഒരു കാര്യമായിരിക്കും. 10% സംവരണം നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോൾ അമർത്യ സെൻ പറഞ്ഞൊരു കമൻ്റുണ്ട്, കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അമർത്യ സെൻ പറഞ്ഞൊരു കാര്യം, എല്ലാവർക്കും കൊടുക്കാനാണെങ്കിൽ പിന്നെ സംവരണം കൊണ്ട് എന്ത് കാര്യം എന്നാണ്. എല്ലാവർക്കും കൊടുക്കാനാണെങ്കിൽ പിന്നെ സംവരണം കൊണ്ട് എന്ത് കാര്യം? സംവരണത്തിനൊരു ലക്ഷ്യമുണ്ട്. അമർത്യ സെൻ പറഞ്ഞ വാക്കിലാണ് സംവരണത്തിൻ്റെ രാഷ്ട്രീയം കിടക്കുന്നത്. അത് മനസ്സിലാക്കാൻ നമ്മളെല്ലാവരും തയ്യാറാകണം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.